ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട്. വർഷങ്ങളായി ക്രൈസ്തവർ അക്ഷരാർത്ഥത്തിൽ യാചിക്കുകയാണ് സർക്കാരിൻ്റെ മുമ്പിൽ. 2023 സർക്കാരിന് മുന്നിൽ സമർപ്പിച്ച 2000-ലധികം പേജ് വരുന്ന ആ റിപ്പോർട്ടിൽ എന്താണെന്നോ അതിൻ്റെ ശുപാർശകൾ എന്താണെന്നോ അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് അറിയാനുള്ള ഒരു അവകാശം തീർച്ചയായിട്ടും ക്രൈസ്തവർക്കുണ്ട്. അത് ഇതുവരെ നിഷേധിക്കപ്പെടുകയാണ്. മാത്രമല്ല, ജെബി കോശി കമ്മീഷൻ സിറ്റിംഗുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ വിവിധ രൂപതകൾ, കേരളത്തിലെ വിവിധ ക്രൈസ്തവ സംഘടനകൾ, ക്രൈസ്തവ സഭകളൊക്കെ വളരെ ഗൗരവമായി തന്നെ ആ സിറ്റിംഗിൽ പങ്കെടുക്കുകയും തങ്ങളുടെ ആശങ്കകളും നിർദ്ദേശങ്ങളൊക്കെ സമർപ്പിക്കുകയും ചെയ്തതാണ്. എന്നിട്ടും അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവരുടെ ആവലാതിക്ക് നേരെ ഒരു കൊഞ്ഞനം കുത്തുന്ന ഒരു സമീപനമാണ് സർക്കാർ സ്വീകരിച്ച് പോരുന്നത്. ഏറ്റവും ഒടുവിലിത മുഖ്യമന്ത്രിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പൊടുന്നനെ അങ്ങ് പ്രത്യക്ഷപ്പെടുകയാണ്. ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ടിലെ 220ഓളം ശുപാർശകൾ നടപ്പിലാക്കി, അവലോകന യോഗം കൂടി, ഇതാണ് എന്നൊക്കെ പറഞ്ഞ് ഈ റിപ്പോർട്ടിൽ ആദ്യം എന്താണ് എന്ന് പുറലോകത്തെ അറിയിക്കാതെയാണ് ഇത്തരത്തിലുള്ള നാടകങ്ങളും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രഹസനങ്ങളും. ഒരു തരത്തിൽ ചരിത്രത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ സർച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, മുസ്ലിം മത വിഭാഗത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട സർച്ചാർ കമ്മിറ്റി റിപ്പോർട്ട്, പാലോളി കമ്മീഷൻ റിപ്പോർട്ട്, ആ റിപ്പോർട്ടിന്മേലൊക്കെ ഒരു ശരവേഗം അല്ലെങ്കിൽ റോക്കറ്റ് വേഗം ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ ഒച്ചിഴയും പോലെ ഇങ്ങനെ നമുക്ക് വിശേഷിപ്പിക്കാൻ സാധിക്കും. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നാടകമാണോ? കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താണ് എന്ന് അറിയാനുള്ള അവകാശത്തെ സർക്കാർ എന്തുകൊണ്ട്, ക്രൈസ്തവരുടെ അവകാശത്തെ എന്തുകൊണ്ട് സർക്കാർ നിഷേധിക്കുന്നു? ഈ വിഷയങ്ങൾ തന്നെയാണ്, ഗൗരവമേറിയ വിഷയങ്ങൾ തന്നെയാണ് ഇന്ന് ഷെക്കേന ബിഗ് ഡിബേറ്റ് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇന്ന് ഈ ചർച്ചയിൽ നമ്മോടൊപ്പം ചേരുന്നു സാമൂഹ്യ നിരീക്ഷകൻ അഡ്വക്കേറ്റ് ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി, ഒപ്പം തന്നെ കത്തോലിക്ക കോൺഗ്രസിൽ നിന്നും അഡ്വക്കേറ്റ് മനോജ് വരാപ്പള്ളി, ഒപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകൻ യുവജന പ്രതിനിധി ശ്രീ അമൽ സിറേഖ്. 3 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ആദ്യം ഫാദർ അഡ്വക്കേറ്റ് റോബിൻ പടിഞ്ഞാറേക്കുറ്റി, നമുക്കറിയാം നമ്മൾ പലതവണ, എനിക്ക് തോന്നുന്നു ഷെക്കേന ബിഗ് ഡിബേറ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെ പല എപ്പിസോഡുകളിൽ ഈ ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇങ്ങനെ ചർച്ച ചെയ്തതാണ്. അത് എത്രയും വേഗം നടപ്പിലാക്കണമെന്ന ആവശ്യം പല രീതിയിൽ ഒക്കെ ഉന്നയിക്കപ്പെട്ടതാണ്. പൊടുന്നനെ ശരിക്കും പറഞ്ഞാൽ ഈ മുഖത്ത് ചെളി വാരി എറിയുന്ന രീതിയിലുള്ള ഒരു സർക്കാരിന്റെ ഒരു നീക്കം. 220 ശുപാർശകൾ, അത് എന്താണെന്നോ എവിടെയാണെന്നോ എങ്ങനെയാണോ എന്നോ ഒന്നോ അറിയിക്കാതെയാണ് സർക്കാരിന്റെ, മുഖ്യമന്ത്രിയുടെ ഈ ഒരു അറിയിപ്പ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു പ്രഹസനം തന്നെയല്ലേ? ഇപ്പൊ കഴിഞ്ഞ ദിവസം ദീപിക ദിനപത്രത്തിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു, ജെബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഒരു ബ്ലാക്ക് ബോക്സ് ആയി മാറുമോ എന്നൊക്കെ. എന്തുകൊണ്ടാണ് ക്രൈസ്തവരോട് ഇങ്ങനെ ഒരു സമീപനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന്? ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റി. ആദ്യമായിട്ട് തന്നെ ജെബി കോശി കമ്മീഷന്റെ റിപ്പോർട്ടുകൾ പുറത്തു വന്നാല് ക്രൈസ്തവ സമൂഹം ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു യാതന എന്താണ് എന്നുള്ളത് പുറത്ത് വരുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. അതായത് ക്രിസ്ത്യാനികളെ എപ്പോഴും അച്ചായന്മാരെന്ന് പേര് വിളിച്ച് വലിയ സമ്പന്ന വർഗത്തിന്റെ പ്രതീകമാക്കി ചിത്രീകരിക്കാനാണ് എല്ലാ കാലത്തും നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക ലോകവും രാഷ്ട്രീയ ലോകവും ഒക്കെ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്നത്. അപ്പോ ഒരു പരിധി വരെയൊക്കെ നമ്മളത് എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ അതിന്റെ പോസിറ്റീവ് അർത്ഥത്തിലുണ്ട്. പക്ഷെ ഇന്ന് ആ ഒരു അവസ്ഥ മാറി. അതായത് പണ്ട് എന്റെ ഉപ്പാപ്പാക്ക് ആന ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ആ ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. അതായത് ഒരു കാലത്ത് നമ്മുടെ പൈസ ഉണ്ടായിരുന്നു, സ്ഥലം ഉണ്ടായിരുന്നു, ആൾബലം ഉണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ കാലം മുമ്പോട്ട് പോകും തോറും ക്രൈസ്തവരുടെ ഇടയിൽ നിന്ന് ഇതെല്ലാം നഷ്ടപ്പെട്ടു പോയി നമ്മൾ പലയിടത്തും ബലിയാടുകളായി മാറുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തപ്പെട്ടു. ഇന്ന് സാമൂഹികമായും സാമ്പത്തികമായും മറ്റ് സംവരണ തലങ്ങളിലും ഒക്കെ ആയിട്ട് ഒരുപാട് പുറകോട്ട് മാറി നിൽക്കുന്ന ഒരു സമൂഹമായിട്ട് നമ്മൾ മാറുന്നു. പേര് പറയുമ്പോൾ ക്രൈസ്തവർ വലിയ സംഭവങ്ങളാണെന്ന് പേര് പറയുകയും എന്ന യാഥാർത്ഥ്യത്തിൽ അതൊന്നും അല്ലാതായിരിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ മുമ്പിലുണ്ട്. ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ സംഭവിക്കാൻ പോകുന്ന ഏറ്റവും വലിയ അപകടം എന്ന് പറയുന്നത് ക്രൈസ്തവ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന അപകടം എന്താണ് എന്ന് പുറം ലോകം അറിയുമെന്ന് തന്നെയാണ്. തന്നെയല്ല, റിപ്പോർട്ട് വന്നു കഴിയുമ്പോൾ, പുറത്തു വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പേരിന് വേണ്ടിയെങ്കിലും ചെയ്യാൻ സർക്കാർ നിർബന്ധിതരാകും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തു കഴിയുമ്പോൾ ചില പ്രത്യേക മേഖലകൾക്ക് ഇത് പൊള്ളും. അത് പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെ ആരെയും പിണക്കാതിരിക്കുക, എന്നാൽ നമുക്ക് എല്ലാം ശരിയാക്കി തരാമെന്ന് പറയുന്നത് പോലെ ക്രൈസ്തവർക്ക് എല്ലാം ഞങ്ങൾ കൊടുക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും ഞങ്ങൾ ഇത് പരിഹരിക്കാനായിട്ട് പോകുന്നു, അടുത്ത ദിവസം തന്നെ എല്ലാ വിഷയങ്ങളും പരിഹരിക്കുമെന്ന് പറഞ്ഞ് വലിയൊരു വാഗ്ദാനം കൊടുത്തുകൊണ്ട് ക്രൈസ്തവരെ ഇങ്ങനെ മുൻപോട്ട് നയിക്കുകയാണ്. അതുപോലെ തന്നെ ക്രൈസ്തവരുടെ സംഘബലവും ശക്തിയും ഒക്കെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതും ഇവർക്ക് നല്ല ബോധ്യം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു പരിധി കഴിഞ്ഞ് ഒന്നും ചെയ്യാനാവില്ല എന്നൊരു ചിന്ത കൂടി ഇവർക്കുള്ളത് കൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വിടാതിരിക്കാനുള്ള വലിയ തന്ത്രങ്ങൾ ഇവര് ഒരുക്കും. എങ്ങനെയെങ്കിലും 3-4 മാസം കൂടി ഇത് വലിച്ചുകൊണ്ട് പോകാനുള്ള ഒരു ശ്രമമായിരിക്കും സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഹൈക്കോടതിയില് AKCC ഈ വിഷയത്തില് കേസ് കൊടുത്തിട്ടുണ്ട്. ഡോക്ടർ ജോസൂട്ടി ഒഴികെയാണ് അതിന്റെ കംപ്ലൈന്റ് ആയിട്ടുള്ളത്. കൂടാതെ കോതമംഗലത്തുള്ള 2 NGOs ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ലൈഫ് റൈറ്റ് എംപവർമെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ കൗൺസിൽ എന്ന NGOയും MSc എക്സലൻസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്ന NGOയും ഇതേ വിഷയത്തിൽ തന്നെ
അവരുടേതായ വാദങ്ങളുമായി ബന്ധപ്പെട്ട് ഇവര് കക്ഷി ചേർന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടി ഞാനാണ് ഹാജരാവുക. അപ്പൊ അങ്ങനെ ഈ പല തരത്തിലുള്ള ക്രൈസ്തവരുടെ നിർബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴും ഇതിന് കാര്യമായ രീതിയിൽ പരിഹാരം കണ്ടെത്താതെ കോടതിയെയും തെറ്റിദ്ധരിപ്പിക്കുക, സമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുക, ക്രൈസ്തവരെ കൈയൊഴിഞ്ഞു കളയുന്ന ഒരു രാഷ്ട്രീയ നിലപാടിലേക്ക് നമ്മുടെ സാമൂഹിക ലോകം പോകുന്നു, അല്ലെങ്കിൽ രാഷ്ട്രീയ ലോകം അത്തരത്തിലുള്ള ഒരു കളികൾ കളിക്കുന്നു എന്നുള്ളത് തിരിച്ചറിയുക. ആ തിരിച്ചറിവിലേക്കാണ് തീർച്ചയായിട്ടും ഈ ജെ.ബി. കോശി കമ്മീഷനെ സംബന്ധിച്ചുള്ള മുറവിളികൾ നമ്മളെ എത്തിക്കുക. ഷക്കീന ന്യൂസ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുത്തത് തന്നെ വലിയ ഒരു പ്രചോദനമാണ്. പ്രത്യേകിച്ച് സഭാ ശാക്തീകരണ വർഷമൊക്കെ നമ്മൾ ആചരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ വിഷയത്തിൽ കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടാവുക. ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഒരുമാതിരി സത്യസന്ധമായ റിപ്പോർട്ടാണ് ഇത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പുറത്തു വിടാൻ വേണ്ടിയിട്ട് ഇത്രയേറെ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ റിപ്പോർട്ട് കാര്യമായ കാര്യങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാതെ ഒരു ക്രൈസ്തവർ സേഫ് സോണിലാണെന്ന് ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും ചെയ്താനെ കിട്ടിക്കൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ടു പോവുകയും ചെയ്താനെ. ഇതാണ് ഈ വിഷയത്തെക്കുറിച്ച് ഇപ്പൊ പ്രാരംഭമായിട്ട് എനിക്ക് പറയാനായിട്ടുള്ളത്. വ്യക്തമാണ്. അഡ്വക്കേറ്റ് ശ്രീ മനു, നമുക്കറിയാം ഈ 2024 മാർച്ചിലാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു സമാനമായിട്ടുള്ള രീതിയിലുള്ള ഒരു പ്രഖ്യാപനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു. ഈ ചീഫ് സെക്രട്ടറി അധ്യക്ഷനായിട്ടുള്ള ഒരു 3-അംഗ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്, പൊതുഭരണ വകുപ്പിന്റെ സെക്രട്ടറി, ന്യൂനപക്ഷ കാര്യ വകുപ്പിന്റെ ഒക്കെ സെക്രട്ടറി, 3-അംഗ സമിതി, അതായത് ഈ ശുപാർശകൾ നടപ്പാക്കുവാൻ അതുമായി ബന്ധപ്പെട്ട മേൽനോട്ടം വഹിക്കാൻ വേണ്ടി. ഓർക്കുക 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള മാസങ്ങൾ. പിന്നെ 2 വർഷം കഴിയുമ്പോൾ ഇതാ വീണ്ടും നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പുള്ള ഒരു 2 മാസം മുമ്പ് ഇങ്ങനെ ഒരു പ്രഹസനം. ഇത് അക്ഷരാർത്ഥത്തിൽ ക്രൈസ്തവരുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തന്ത്രമല്ല. നമുക്കറിയാം 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പാണ്, 2020 നവംബറിലാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, ഇത്തരത്തിലുള്ള ഒരു കമ്മീഷന്റെ പ്രഖ്യാപനമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഇങ്ങനെ ക്രൈസ്തവരെ ഇങ്ങനെ പറ്റിച്ചുകൊണ്ടിരിക്കുക എന്ന ഒരു തന്ത്രം, അങ്ങനെ ഒരു വോട്ട് ബാങ്ക് നഷ്ടപ്പെടുത്താതെ നോക്കുക എന്നൊരു തന്ത്രമാണോ ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിലൂടെ സർക്കാർ ഇങ്ങനെ ലക്ഷ്യമിടുന്നത്? അഡ്വക്കേറ്റ് മനു. തീർച്ചയായും ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഓരോ കാലയളവ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഒരു ഇലക്ഷൻ കാലം എന്ന് വിശേഷിപ്പിക്കുവാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുക. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ നിയമസഭാ ഇലക്ഷന് ഏകദേശം 3-4 മാസങ്ങൾക്ക് മുമ്പ് പ്രഖ്യാപിക്കപ്പെട്ട അന്ന് ക്രൈസ്തവ സമൂഹത്തിന്റെ കണ്ണില് പൊടിയിടുവാൻ വേണ്ടിയിട്ട് പ്രഖ്യാപിക്കപ്പെട്ട ഒന്ന്. അതിനുശേഷം അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുന്നേ ഇതിൻ്റെ അകത്ത് കമ്മിറ്റികൾ വന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കടന്നു പോകുമ്പോഴത്തേക്കിന് പുതിയ ഒരു പ്രഖ്യാപനമായിട്ട് മുഖ്യമന്ത്രി എത്തിയിരിക്കുകയാണ്. ഇന്നലെ ഫേസ്ബുക്ക് പോസ്റ്റ് ആണെങ്കിൽ ഇന്ന് ഒന്നുകൂടെ കടന്ന് ഇന്ന് ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വീണ്ടും ഇന്നലെ ഫേസ്ബുക്കിൽ എഴുതിയ കാര്യങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഫെബ്രുവരി 7-ാം തീയതി ക്രൈസ്തവ സംഘടനാ നേതാക്കന്മാരെ വിളിച്ച് ഞാൻ ചർച്ച ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴത്തേക്കിനും നിങ്ങൾ കണ്ണിൽ പൊടിയിടാൻ അല്ലെങ്കിൽ എന്തുകൊണ്ട് റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല എന്നൊരു ചോദ്യമാണ് കത്തോലിക്ക കോൺഗ്രസിനെ ഉന്നയിക്കുവാനായിട്ടുള്ളത്. ഞങ്ങൾ കഴിഞ്ഞ 1.5 കൊല്ലത്തോളമായിട്ട് വിവരാവകാശ നിയമപ്രകാരം ഇതിനു വേണ്ടി പുറകെയായിരുന്നു. വിവരാവകാശ നിയമപ്രകാരം കൊടുത്താൽ മാത്രമാണ് ഹൈക്കോടതിയിൽ ഇത് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുക. ഇത് തന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ആദ്യമേ അപേക്ഷ കൊടുത്തു, അത് നിരാകരിക്കപ്പെട്ടു. രണ്ടാമത്തെ അപേക്ഷ കൊടുത്തു, അത് നിരാകരിക്കപ്പെട്ടു. സെക്കൻഡ് അപ്പീല് സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ അടുത്ത് നിന്നപ്പോഴത്തേക്കിന് സർക്കാർ അവർക്ക് തന്ന ഒരു മറുപടി ഉണ്ട്. അതായത് വിവരാവകാശ കമ്മീഷന് മുമ്പിൽ സർക്കാർ അവതരിപ്പിച്ചത് ഇങ്ങനെയാണ്: ഇതിലെ വിഷയങ്ങളെല്ലാം തന്നെ മന്ത്രിസഭയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. മന്ത്രിസഭയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമായതുകൊണ്ട് ഇതിലൊരു നയതീരുമാനം, അതായത് മന്ത്രിസഭാ തീരുമാനങ്ങൾ പുറത്തുവിടാം. അത് ആ തീരുമാനമായി കഴിഞ്ഞാൽ അത് പുറത്തുവിടും. എന്നാൽ മന്ത്രിസഭയുടെ പരിഗണനയിൽ ഇരിക്കുന്ന കാര്യങ്ങൾക്ക് അതിൻ്റെതായ സർക്കാരിന്റെ സ്വകാര്യത ഉള്ളതുകൊണ്ട് അത് പുറത്തുവിടാൻ പറ്റില്ല എന്നുള്ളൊരു ഉത്തരമാണ് കത്തോലിക്ക കോൺഗ്രസിന് കിട്ടിയത്. അതുകൊണ്ട് തന്നെ ആ സെക്കൻഡ് അപ്പീലും കത്തോലിക്ക കോൺഗ്രസിന്റെ തള്ളി. അതിനുശേഷമാണ് കത്തോലിക്ക കോൺഗ്രസ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുക. അപ്പോൾ ഒരു വിവരാവകാശ കമ്മീഷന്റെ മുമ്പിൽ ഇത് മന്ത്രിസഭാ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയം മാത്രമാണെന്ന് സർക്കാർ പറയുകയും എന്നാൽ ഇന്ന് കടന്നു വന്നിട്ട് 220ഓളം കാര്യങ്ങൾ നടപ്പിലാക്കി എന്ന് പറയുകയും ചെയ്യുമ്പോൾ അതിന്റെ പൊള്ളത്തരം മനസ്സിലാക്കുവാനായിട്ടുള്ള സാമാന്യ ബുദ്ധി ഇവിടുത്തെ ക്രൈസ്തവ സമൂഹത്തിനുണ്ട് എന്ന് തിരിച്ചറിയുവാൻ മുഖ്യമന്ത്രിക്കാകണം എന്നാണ് കത്തോലിക്ക കോൺഗ്രസിന് പറയാനുള്ളത്. ആരെയാണ് നിങ്ങൾ പേടിപ്പിക്കുക? ആരെയാണ് ഈ പറ്റിക്കുന്നത്? ഈ അമ്പിളിമാമനെ കാണിച്ചു തന്നിട്ട് അമ്പിളിമാമനെ പിടിച്ചു തരാം, നീ അങ്ങ് ഉണ്ണ എന്ന് അമ്മമാർ പറയുന്ന പോലെ ഓരോ ഇലക്ഷൻ വന്നു കഴിയുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ വൃഥാവിലായിട്ടുള്ള വാഗ്ദാനങ്ങൾ നൽകിയാൽ അതിൽ വീഴ്ന്നു പോകുന്നവരാണ് ക്രൈസ്തവ സമൂഹം എന്ന് തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ, അത് ഈ സർക്കാർ മാത്രമല്ല ഏത് രാഷ്ട്രീയ പാർട്ടികളും തെറ്റിദ്ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ഊന്നിപ്പറയുവാനായിട്ടും കൂടെ കത്തോലിക്ക കോൺഗ്രസ് ഈ സമയത്തെ വിനിയോഗിക്കുകയാണ്. നിങ്ങളുടെ പറ്റീരുകള് ഇനി നടക്കില്ല എന്നും കൂടി അറിയുക. നിങ്ങൾക്ക് സർക്കാരിന് എന്തെങ്കിലും ഇതിൻ്റെ അകത്ത് സത്യസന്ധത ഉണ്ടെങ്കിൽ ഇതിൽ പറ്റിയ ഒരു ധവളപത്രം ഇറക്കുവാൻ നിങ്ങൾ തയ്യാറാകും. ധവളപത്രം ഇറക്കിയാൽ
ഇതിൻ്റെ അകത്ത് എത്ര കാശ് മുടക്കിയെന്നും അല്ലെങ്കിൽ ഇതിന്റെ ഏതൊക്കെ നടപടികളാണ് ഇതിൻ്റെ അകത്ത് ഉണ്ടായിരിക്കുന്നതെന്നും പൊതുസമൂഹത്തിന് അറിയാൻ പറ്റും. നിങ്ങൾക്ക് ചങ്കുറപ്പുണ്ടെങ്കിൽ ഒരു ധവളപത്രവർക്ക് ഈ വിഷയത്തില് ഇതിന്റെ റിപ്പോർട്ട് പുറത്തു വിട്ടുകൊണ്ട് ഈ വിഷയത്തിൽ പുറത്തിറക്കുക, നമ്മൾക്ക് വേണ്ടിയിട്ട് ചെയ്യുക എന്ന് പറയുകയും എന്നാൽ അത് ആർക്കാണോ അതിന്റെ പ്രയോക്താക്കളാവുക അവരെ കാണിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരു റിപ്പോർട്ട് നടപ്പിലാക്കിയെന്ന് പറയുന്ന പൊള്ളത്തരം. ഞാൻ വീണ്ടും പറയുന്നു, ഈ പൊള്ളത്തരം കൊണ്ട് ക്രൈസ്തവ സമൂഹത്തെ കളിയാക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും കൂടി കത്തോലിക്ക കോൺഗ്രസ് പറയുകയാണ്. ഓക്കെ, യെസ്, ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തെ നേരിടാൻ സർക്കാർ തയ്യാറാകണമെന്ന മുന്നറിയിപ്പ് തന്നെയാണ് കത്തോലിക്ക കോൺഗ്രസ് ഈ ഒരു ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുന്നത്. ശ്രീ അമൽ ശ്രീ, നമുക്കറിയാം ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട് ഏകദേശം 4.87 ലക്ഷം പരാതികളാണ് വിവിധ ക്രൈസ്തവ സഭകളുടെ ഭാഗത്തുനിന്ന്, ക്രൈസ്തവ സംഘടനകളുടെ ഭാഗത്തു നിന്ന് ജെ ബി കോശി കമ്മീഷന്റെ ആ സിറ്റിങ്ങുകളിലൊക്കെ വന്നത്. അതിനുശേഷം 300-ലധികം ശുപാർശകൾ സമർപ്പിക്കപ്പെട്ടതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. പക്ഷേ എല്ലാ പ്രാവശ്യവും ഇപ്പോൾ അഡ്വക്കേറ്റ് മനുവും അച്ഛനും പറഞ്ഞതുപോലെ ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഒരു പ്രശസ്തമായിട്ടുള്ള സിനിമ ഡയലോഗ് ഉണ്ട്, ഈ താമരശ്ശേരി ചുരം ഇപ്പൊ ശരിയാക്കി തരാം. നിയമസഭാ തെരഞ്ഞെടുപ്പിനും പറയും, ലോക്സഭാ തെരഞ്ഞെടുപ്പിനും പറയും, ഇനി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളിൽ പറയൂ ഇല്ലയോ എന്ന് നമുക്ക് അറിയത്തില്ല. അപ്പോൾ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്, ഈ സച്ചാർ കമ്മിറ്റി, പാലോളി കമ്മിറ്റി റിപ്പോർട്ട്, അതിനെക്കുറിച്ചൊക്കെ അങ്ങ് കാര്യമായിട്ട് തന്നെ പഠിച്ചിട്ടുള്ളതാണ്. ആ റിപ്പോർട്ടുകളൊക്കെ കമ്മീഷൻ സമർപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു വേഗത, അന്നേരവും ഇപ്പൊ ശരിയാക്കി തരാം എന്നൊരു നിലപാടായിരുന്നോ? ഒപ്പം തന്നെ ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ട്, സർക്കാരിന്റെ സമീപം, ഇത് തമ്മിലുള്ളൊരു കമ്പാരിസൺ ഈ ഒരു ഘട്ടത്തിൽ ഒന്ന് പങ്കുവയ്ക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഞാനിത് പങ്കുവയ്ക്കുന്നതിലുപരി തന്നെ അതിന്റെ ചരിത്രത്തിലേക്ക് ഞാനൊന്ന് കടക്കുകയാണ്. അതായത് എന്താണ് ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ടുകളുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ ഈ പാലോളി റിപ്പോർട്ട് എന്തിനു വന്നു, അല്ലെങ്കിൽ സച്ചാർ റിപ്പോർട്ട് എന്തിനു വന്നു, ഈ കമ്മീഷൻ കൊണ്ട് ആ സമുദായത്തിന് എന്ത് ഗുണമാണ് ഉണ്ടായത്, ഈ കാര്യങ്ങളെ പറ്റി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോഴും പലപ്പോഴും നമ്മുടെ സഭാ നേതൃത്വത്തിൽ മെത്രാന്മാരാകട്ടെ, വൈദികരാകട്ടെ, സന്യസ്തരാകട്ടെ, നമ്മുടെ തന്നെ വിശ്വാസികളിലാകട്ടെ, എന്താണ് ഈ ജെ ബി കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ പ്രാധാന്യം, ഇതുപോലെ റിപ്പോർട്ട് എന്തിനു വേണ്ടിയാണ്, അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് ഉപകാരമാണ് ക്രൈസ്തവർക്ക് ഉണ്ടാകുന്നത്, അതിന്റെ പ്രാധാന്യത്തെ പറ്റി എത്രമാത്രം മനസ്സിലാക്കിയിട്ടുണ്ടെന്നുള്ളത് എനിക്ക് സംശയമുണ്ട്. ശരിക്കും ഈ ഒരു കമ്മീഷൻ ഉണ്ടാകാനായിട്ടുള്ള ഒരു കാരണക്കാർ എന്ന നിലയിൽ ഞാൻ അതിന്റെ പിന്നാമ്പുറം ജസ്റ്റ് ഒന്ന് സൂചിപ്പിക്കുകയാണ്. കൃത്യമായും വ്യക്തമായും ഇതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഈ 60 ലക്ഷത്തിലധികം വരുന്ന കേരളത്തിലെ ക്രൈസ്തവരോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. അതായത് ഈ 2019 സംസ്ഥാനത്ത് ആദ്യമായിട്ട് ക്രിസ്ത്യാനികളുടെ പിന്നോക്കാവസ്ഥയെ പറ്റി ഒരു സർക്കാർ കമ്മീഷൻ പഠിക്കുന്നത്. ആ പഠിക്കാൻ കാരണം എന്ന് പറയുന്നത്, ഞാൻ സർക്കാർ ഒരു അപേക്ഷ കൊടുത്ത്, അതായത് കമ്മീഷൻ മുമ്പാകെ അപേക്ഷ കൊടുത്തതിന്റെ പേരിലാണ്. അതായത് എന്തുകൊണ്ടാണ് ഇനി അപേക്ഷ കൊടുക്കാനുണ്ടായ ഒരു കാരണം, അതായത് ഒരു സമൂഹത്തിന് എന്തെങ്കിലും സർക്കാർ സംവിധാനത്തിൽ നിന്ന് ഒരു ഉപകാരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആനുകൂല്യമോ ലഭിക്കണമെങ്കിൽ അതിനുള്ള അർഹത സ്വാഭാവികമായിട്ടും ആ സമുദായത്തിന് അല്ലെങ്കിൽ ആ വിഭാഗത്തിന് ഉണ്ടാകണം. അപ്പം അങ്ങനെ ഉണ്ടാകാൻ തക്ക വിധത്തിലുള്ള എന്തൊക്കെയോ അർഹത നഷ്ടപ്പെട്ടു പോയി കിടക്കുന്ന ഒരു സമൂഹമായിട്ടാണ് കേരളത്തിലെ ക്രൈസ്തവരെ കാണാൻ സാധിക്കുക. കാരണം നമുക്ക് സംവരണമില്ല, OBC സംവരണം, മുസ്ലിം സമുദായത്തില് മുസ്ലിം ഓൾ സെക്ഷൻസ് ഫോളോയിങ് ഇസ്ലാം എന്ന ലേബലിൽ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഏവർക്കും സംവരണം കിട്ടുന്ന പോലെയുള്ള സംവരണം കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കുന്നില്ല. അപ്പൊ അങ്ങനെ OBC സംവരണത്തിൽ നിന്ന് പുറത്തായി കിടക്കുന്ന ഒരു വിഭാഗമായി ഇത് കഴിയുന്നു. അതോടൊപ്പം തന്നെ ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങള് നിഷേധിക്കപ്പെട്ട്, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ നിഷേധിക്കപ്പെട്ട് സമൂഹമായിട്ട് ഈ സമൂഹം മാറിയിരിക്കുകയാണ്. അപ്പൊ ഇതെല്ലാം പഠിച്ച് മനസ്സിലാക്കിയ സമയത്താണ് ഇതിലൊരു മാറ്റം വരണം. അങ്ങനെ ഒരു മാറ്റം വരണമെങ്കിൽ സർക്കാർ കൃത്യമായും ഈ സമുദായത്തെ പറ്റി പഠിക്കുകയും ഇവരുടെ പിന്നാക്കാവസ്ഥ മനസ്സിലാക്കുകയും ചെയ്തുകൊണ്ട് ആ സമൂഹത്തിന് കൃത്യമായ അർഹതമായ ആനുകൂല്യങ്ങൾ സർക്കാർ സംവിധാനങ്ങൾ ഒരുക്കാനായിട്ടുള്ള ഒരു കാരണമായി തീരാനായിട്ട് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് എടുത്തുയർത്തുക, അല്ലെങ്കിൽ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് എടുത്തുയർത്തുക, അതുവഴി അർഹവും അനർഹവുമായിട്ടുള്ള ആനുകൂല്യങ്ങൾ ഈ മുസ്ലിം സമൂഹം കൈപ്പറ്റുന്നതും പഠിച്ചത് കൊണ്ടാണ് ഈ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പിന്നാക്കാവസ്ഥയെ പറ്റി സർക്കാർ പഠിക്കണം, അങ്ങനെ ഒരു രേഖ സർക്കാർ മുമ്പിൽ വരണം എന്ന ആവശ്യത്തിലാണ് ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ നിരന്തരമായിട്ട് പരാതികൾ കമ്മീഷൻ മുമ്പാകെ കൊടുക്കുകയും അങ്ങനെ കമ്മീഷനെ സമീപിക്കുകയും അങ്ങനെ കമ്മീഷൻ അവസാനം ഒരു അനുകൂലമായിട്ടുള്ള ഒരു റെസ്പോൺസ് തരികയും അങ്ങനെ കേരളം ഒട്ടാകെ 9 ജില്ലകളായിട്ട് കേരളമൊട്ടാകെ എല്ലാ ജില്ലകളിലെയും കൂടെ കൂട്ടിയായിട്ട് നമ്മുടെ 2019 ജൂൺ മാസം മുതൽ ഡിസംബർ മാസം വരെ കേരള ക്രൈസ്തവരുടെ സാമ്പത്തിക സാമൂഹിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥയിൽ നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷൻ സിറ്റിംഗ് നടത്തുകയുണ്ടായി. അന്ന് സിറ്റിംഗ് നടത്തിയപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രിസ്ത്യാനികൾ എന്തുമാത്രം ഈ വിഷയങ്ങളെ പറ്റി അവെയർ ആണെന്നുള്ളത് മനസ്സിലായത്. തുടക്കം തന്നെയും നമുക്ക് കൃത്യമായിട്ടുള്ള റിപ്പോർട്ടുകൾ കൊടുക്കാനായിട്ടും സഭാ സംവിധാനങ്ങളുടെ കഴിയുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ നല്ലൊരു സമയം പിന്നെ ഇതിനായിട്ട് തന്നെ ഇറങ്ങിയായിരുന്നു.
അങ്ങനെ മുഴുവൻ സമയം ഇതിനായിട്ട് ഇറങ്ങിക്കൊണ്ട് തന്നെ എല്ലാ സഭകളിലും അല്ലെങ്കിൽ സംഘടനകളെയൊക്കെ ഈ വിവരങ്ങൾ അറിയിച്ചുകൊണ്ട് എല്ലാ ജില്ലകളിലും കൃത്യമായ റിപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം വരാനായിട്ടും CBC ഒക്കെ അറിയിച്ച് CBCയുടെ ലേറ്റ് കമ്മീഷനിൽ നിന്നൊക്കെ നല്ല റിപ്പോർട്ടുകളൊക്കെ തന്നെ തുടക്കം തന്നെ വരാനായിട്ടും അത് റെഫറൻസ് വെച്ച് ബാക്കിയുള്ളവരെ ഒരു അവബോധം ഉണ്ടായിക്കൊണ്ട് കൃത്യമായും ഈ ന്യൂനപക്ഷത്തിൽ കിടക്കുന്ന 80:20 അനുവാദ വിഷയങ്ങള്, മറ്റൊരു വിഷയങ്ങള്, ജനസംഖ്യ കുറഞ്ഞു പോകുന്ന വിഷയങ്ങള്, എന്തുകൊണ്ട് അത് കുറയുന്നു, അതിന് കാരണമായിട്ടുള്ള ഫിനാൻഷ്യൽ ബാക്കപ്പ് സമുദായത്തിൽ ഇല്ലെന്നുള്ള വിഷയങ്ങള്, സംവരണം നിഷേധിക്കപ്പെട്ട വിഷയങ്ങള്, ഈ കാര്യങ്ങളെല്ലാം ഒന്ന് അവബോധം ഉണ്ടാക്കി അവസാനം ധാരാളം റിപ്പോർട്ടുകൾ അവസാനം ന്യൂനപക്ഷ കമ്മീഷനിലേക്ക് ഒഴുകുകയാണ്. അങ്ങനെ ആലപ്പുഴ സിറ്റിങ്ങും ബാക്കിയുള്ള ജില്ലകളിലെല്ലാം തുടക്കം കോട്ടയം നടന്നു, അതിനുശേഷം എറണാകുളം നടന്നു, അതിനുശേഷം ബാക്കിയുള്ള എല്ലാ ജില്ലകളിലേക്കും ഉള്ള ആ റിപ്പോർട്ടുകളുടെ സമർപ്പണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ വന്ന് അവസാനം മലപ്പുറത്തെ സിറ്റിങ്ങിൽ ശരിക്കും പറയാൻ ഒരു വഴക്കുണ്ടാകുന്ന, അടിയുണ്ടാകുന്ന പോലീസിനെ വിളിക്കേണ്ട അവസരം എത്തി. അപ്പൊ അങ്ങനെ അത്രമാത്രം സജീവമായി ആ കമ്മീഷൻ സിറ്റിങ്ങുകൾ മാറുകയും അങ്ങനെ റിപ്പോർട്ടുകൾ വരികയും അങ്ങനെ റിപ്പോർട്ടുകൾ വന്നപ്പോഴാണ് നമുക്കറിയാം കമ്മീഷൻ ഭരിക്കുന്ന ആളുകൾ എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സംഘടനാ സംവിധാനത്തിന്റെ ഒക്കെ പിൻബലത്തിലുള്ളവരാണ്. അപ്പൊ തീർച്ചയായും അവർക്കുണ്ടായ ആശങ്ക എന്ന് പറയുന്നത് അന്ന് വന്ന ആ കമ്മീഷൻ റിപ്പോർട്ടാണ്. കാര്യം കമ്മീഷൻ റിപ്പോർട്ട് തയ്യാറാക്കിയത് ക്രിസ്ത്യൻ മെമ്പർ ആയിരുന്നു, കൃത്യമായ കാര്യങ്ങളൊക്കെ അതിനകത്ത് കമ്മീഷൻ റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരുന്നു. പക്ഷേ ഈ റിപ്പോർട്ട് സർക്കാരിൽ സമർപ്പിക്കാനായിട്ട് ചെയർമാൻ അവിടെ തയ്യാറായില്ലെന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. അന്നും ഈ JB കോശി കമ്മീഷനിൽ ഇന്ന് നടക്കുന്നത് പോലെ തന്നെ അന്ന് ന്യൂനപക്ഷ കമ്മീഷൻ, ഒരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സംവിധാനമായ ന്യൂനപക്ഷ കമ്മീഷന്റെ ചെയർമാൻ ആ റിപ്പോർട്ട് ഇന്ന് വരെയും സർക്കാരിൽ സമർപ്പിക്കാൻ തയ്യാറായിട്ടില്ല. അങ്ങനെ ഈ റിപ്പോർട്ട് സമർപ്പിക്കാതെ വൈസ് ചെയർമാന്റെ ലേവലിൽ നിൽക്കുന്നു. കാലതാമസം വന്നതിന് നമ്മൾ ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇതുപോലെ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു. അവസാനം 2020 മാർച്ച് മാസത്തിലൂടെ കൊറോണ വന്നു. കൊറോണ വന്നപ്പോൾ അവരുടെ കാരണം കൊറോണയായി. കൊറോണ കാരണം അത് നീങ്ങുന്നില്ലെന്ന് പറയുന്നു. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞു. ഈ സമയത്തെല്ലാം സഭയിൽ ഇതിന്റെ കൂടുതലൊക്കെ ഉണ്ടായി. തീർച്ചയായും ഈ ന്യൂനപക്ഷ വിഷയങ്ങളിലെ, സംവരണ വിഷയങ്ങളിലെ ആവശ്യകതയൊക്കെ തന്നെ ഏകദേശം ബോധ്യപ്പെട്ട് വരികയും അവസാനം ഈ പറയുന്ന സച്ചാർ കമ്മീഷനെ പോലെ, ബാളുവൽ കമ്മീഷനെ പോലെ പ്രത്യേക ഒരു കമ്മീഷൻ ഇതിനുവേണ്ടി പഠിക്കണമെന്ന് പറയുന്ന ആവശ്യം നമ്മുടെ സഭാതലത്തിൽ നിന്ന് വരികയും അങ്ങനെയാണ് സർക്കാരിന് അവസാനം ഗതിയില്ലാത്ത രീതിയിൽ JB കോശി കമ്മീഷൻ ഒരു കമ്മീഷനെ നിയോഗിക്കുകയും ചെയ്തത്. അങ്ങനെ നിയോഗിച്ചിട്ടും അവർ വീണ്ടും എന്ത് ചെയ്തു? കൃത്യമായ ഫണ്ടോ കാര്യങ്ങളോ ഓഫീസോ ഒന്നും കൊടുക്കാതെ ആ കമ്മീഷനെ വലപ്പിച്ച് കാലതാമസം വരുത്തുകയും അവരെ കൊണ്ട് ഒരു രീതിയിലും പഠനം നടത്താത്ത ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷെ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് സ്വന്തം കയ്യിൽ നിന്ന് കാശ് മുടക്കി ഇവിടെയുള്ള ക്രിസ്ത്യാനികള് അവരുടെ പഠനങ്ങൾ നടത്തി അവർക്ക് വേണ്ട റിപ്പോർട്ടുകളും കാര്യങ്ങളും എല്ലാം സമർപ്പിച്ച് അങ്ങനെ കാലങ്ങളോളം സമർപ്പിച്ച് കൊടുത്ത് അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്തതിനു ശേഷം ഈ JB കോശി കമ്മീഷന്റെ റിപ്പോർട്ട് വന്നപ്പം പോലും ആ റിപ്പോർട്ട് പൊതുസമൂഹത്തിലേക്ക് കാണിക്കാനായിട്ടോ ക്രിസ്ത്യാനികളെ ഒന്ന് അറിയിക്കാനായിട്ടോ സർക്കാർ സംവിധാനം തയ്യാറാകുന്നില്ല. ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നപ്പോഴും എത്ര വേഗതയിലാണ് ഇത് നടപ്പിലാക്കിയത്, അല്ലെങ്കിൽ നടപ്പിലാക്കാനായിട്ട് ഈ സർക്കാരുകൾ കാണിച്ച ആ ഒരു തിടുക്കം എന്താണ്? മാത്രമല്ല ഈ കമ്മീഷന്റെ തന്നെ ഒരു ഒതന്റിസിറ്റി എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മളൊന്ന് പഠിക്കണം. അതായത് സച്ചാർ കമ്മീഷൻ 2005 വരുന്നു, 2006 തന്നെ റിപ്പോർട്ട് വരുന്നു, റിപ്പോർട്ട് ഉടനെ തന്നെ നടപ്പിലാക്കാനായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു. ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. എന്താണ് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്? നമ്മളെങ്കിലും അത് വായിച്ചു നോക്കണം. ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിന്റെ ഫലമായിട്ടാണ് ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ട് വന്നത് എന്ന് പറയുമ്പോഴും ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ തന്നെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലെക്കാളും മുന്നോക്കമായിട്ട് നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് ഈ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെയുണ്ട്. മാത്രവുമല്ല ഈ പറയുന്ന നമ്മുടെ സംവരണം നേടുന്ന വിഭാഗത്തിൽ തന്നെ 5 കാറ്റഗറി ഉണ്ടെന്നും അതിൽ 3 എണ്ണവും ഒരു ഉന്നത കാറ്റഗറി ആണെന്നും സച്ചാർ കമ്മീഷൻ റിപ്പോർട്ട് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതെല്ലാം നിലനിൽക്കെ ഒരു പ്രത്യേക പഠനം കേരളത്തിൽ നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷൻ നിയോഗിക്കുകയും എന്നാൽ ഈ കമ്മീഷനിൽ നിയോഗിച്ച അംഗങ്ങൾ ആരാണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. നേരത്തെ നമ്മുടെ കോശി കമ്മീഷനിലുള്ള പോലെ ഒരു ജഡ്ജിയോ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിലൂടെ അല്ല ഈ പാലോളി മുനിസിപ്പാലിറ്റി കമ്മീഷൻ പോലും അവിടെ നിയോഗിക്കപ്പെട്ടത്. അതിനുള്ള 11 കമ്മീഷനിൽ ഒരാൾ ഈ KT ജലീലാണ്. നമ്മുടെ നേരത്തെ ന്യൂനപക്ഷ മന്ത്രിയായിരുന്ന KT ജലീലായിരുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ ഫസൽ ഗഫൂർ, അങ്ങനെയുള്ള ധാരാളം കാര്യങ്ങൾ, അസീസ്, കടക്കൽ അബ്ദുൽ മൗലവി, KT ഹംസ, പിന്നെ ഫസൽ ഗഫൂർ ഉണ്ട്, KT ജലീലുണ്ട്, പിന്നെ നമ്മുടെ അബ്ദുറഹ്മാൻ ഉണ്ട്, ഹുസൈൻ അണ്ടത്താണി ഉണ്ട്, C അഹമ്മദ് കുഞ്ഞുണ്ട്. ഇതുപോലുള്ള രാഷ്ട്രീയക്കാരും ഈ പ്രത്യേക താല്പര്യങ്ങൾ ഉള്ളവരെയാണ് ഈ കമ്മീഷനിൽ കൊണ്ട് അംഗങ്ങളാക്കി വെച്ചത്. അതേസമയം ഇവിടെ ഒരു കൃത്യമായിട്ടും ഒരു സർക്കാർ സംവിധാനത്തിലൂടെ ഒരു രീതിയിൽ പക്ഷപാതിത്വം കാണിക്കാത്ത രീതിയിലുള്ള ഒരു കമ്മീഷനെയാണ് JB കോശി കമ്മീഷനായിട്ട് നമുക്ക് ഇവിടെ നിയോഗിക്കുകയും ചെയ്തത്.
അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്, പാലോളി കമ്മീഷനിൽ അത്രമാത്രം പക്ഷപാതം കാണിക്കാനായിട്ട് സാധ്യതയുള്ള ആളുകളെ അവിടെ വെക്കുകയും എന്നിട്ട് നമ്മൾ ആ കമ്മീഷൻ റിപ്പോർട്ടും കൂടി ഒന്ന് വായിച്ചു നോക്കണം. ആ കമ്മീഷൻ റിപ്പോർട്ടിൽ പ്രകാരമാണ് ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അനുവദിച്ചെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ന്യൂനപക്ഷ സ്കോളർഷിപ്പുകൾ അനുവാദമൊക്കെ പിന്നീട് വന്നതായിട്ട് പലരും വാദിക്കുന്നത്. JV കോശി കമ്മീഷൻ പാലോളി കമ്മീഷന്റെ അകത്ത് ആകെ ഒരു സ്കോളർഷിപ്പിനെ പറ്റിയേ പറയുന്നുള്ളൂ. വേറെ ഒരു സ്കോളർഷിപ്പിനെ പറ്റി പോലും ഈ പാലോളി കമ്മീഷൻ റിപ്പോർട്ടിൽ പോലും ഇല്ല. പക്ഷെ കേരള സർക്കാർ എന്ത് ചെയ്തു? ഈ നടന്നു വന്ന കോൺഗ്രസ് സർക്കാർ, UDF സർക്കാർ കാലഘട്ടത്താണ്, LDF സർക്കാർ കാലത്താണ് ചില പ്രത്യേക തൽപര കക്ഷികൾ അധികാരത്തിൽ നിന്നുകൊണ്ട് വരുത്തിയ ഭരണഘടനാ ലംഘനമായിരുന്നു 80:20 എന്നുള്ളത്. അതായത് ഒരു പഠനവും നടത്താതെയാണ് 80:20 എന്ന അനുവാദം ഇതിലേക്ക് വന്ന് കയറിയത്. അത് സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിലും മലയാളി കമ്മീഷൻ റിപ്പോർട്ടിലൊന്നും ഉള്ള സാധനമൊന്നും അല്ല. പ്രത്യേകമായിട്ട് ഫണ്ട് ബഡ്ജറ്റിൽ നിന്ന് വകയിരുത്തി ഈ ക്ഷേമ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സമയത്ത് പുതിയതായിട്ട് തുടങ്ങിയതാണ് സ്കോളർഷിപ്പുകൾ. അത് പാലോളി കമ്മീഷൻ റിപ്പോർട്ടിലൊന്നും ആസ്പദമാക്കുകയല്ല. അപ്പൊ അങ്ങനെ എല്ലാ ന്യൂനപക്ഷങ്ങൾക്കും എന്നും പറഞ്ഞുകൊണ്ട് തുടങ്ങിയ വകുപ്പുകളുടെ, അതായത് ഈ വകുപ്പ് സംവിധാനത്തിലൂടെ വന്ന ഈ സ്കോളർഷിപ്പുകളെയാണ് ഈ പ്രത്യേക അനുവാദം ചേർത്തുകൊണ്ട്, ഭരണഘടനാ വിരുദ്ധമായിട്ട് ഇതുപോലെ 80% അനുവാദമൊക്കെ ചേർത്തുകൊണ്ട് ഈ നാൾ ഇത്രയും ക്രിസ്ത്യാനികൾക്ക് അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടത് തന്നെ. അതിന് പ്രത്യേക ഈ റിപ്പോർട്ടിൽ പരാമർശം ഒന്നും തന്നെ ഇല്ല. പക്ഷെ ഇന്നും നമ്മളത് കാണാൻ സാധിക്കും. നമ്മുടെ കോൺഗ്രസിന്റെ പോലും സ്പോക്സ് പേഴ്സൺ ആയിട്ട് ഇപ്പൊ മാറിയിരിക്കുന്ന സന്ദീപ് ജി വാര്യർ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇടുകയുണ്ടായി. KTLനെതിരായിട്ടാണ് നമ്മളൊരു പോസ്റ്റ്. പക്ഷെ അതിനകത്ത് പരാമർശ വിഷയം ഇതാണ്: KTLനെ പോലുള്ള മന്ത്രി അല്ലെങ്കിൽ മറ്റ് ഈ കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഈ 80:20 എന്ന് പറഞ്ഞുള്ള അനുവാദത്തിലൂടെ ക്രിസ്ത്യാനികൾക്ക് ലഭിക്കേണ്ടതല്ലാതെ മുസ്ലിങ്ങൾക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള അർഹമായ ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ടൊക്കെയാണ്. അതായത് ഈ കോടതി വിധിയൊക്കെ അനർഹമായതാണെന്നും പറഞ്ഞുകൊണ്ടുള്ള പ്രസ്താവനയാണ് കോൺഗ്രസിന്റെ ഒരു സ്പോക്സ് പേഴ്സൺ വരെ ഈ ഫേസ്ബുക്കിൽ ഇപ്പം കുറിച്ചുകൊണ്ട് നടക്കുന്നത്. എത്രമാത്രം കപടമായിട്ടുള്ള വാദങ്ങളാണ് ഇവിടെ ഉന്നയിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹമൊക്കെ ശരിക്കും പറഞ്ഞാൽ ആ കോടതി വിധി ഒന്ന് വായിച്ചു നോക്കണം. ആ വിധിക്കകത്ത് എന്താണ് പറയുന്നത്? ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസിന്റെ വിധി വാചകത്തിൽ തന്നെ 4ഓളം ഭാഗങ്ങളിൽ കടുത്ത ഭരണഘടനാ ലംഘനമായിരുന്നു ഈ 80:20 അനുവാദം എന്ന് പ്രത്യേകമായി ആ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ബൈ ആക്ട്, അൺസപ്പോർട്ടഡ് ബൈ എനി ലോ, അട്ടർ വയലേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാണ് അദ്ദേഹം വാദത്തിൽ പറഞ്ഞിരിക്കുക. എന്നിട്ടും അത് പാലോളി കമ്മീഷന്റെ വാലെ കെട്ടിക്കൊണ്ട് പറയുകയാണ് ആ കമ്മീഷന്റെ റിപ്പോർട്ടിൽ പരാമർശിച്ച് മുസ്ലിങ്ങൾക്ക് അർഹമായതായിരുന്നു എന്ന്. എത്രമാത്രം ബാലിശമായ കാര്യങ്ങളാണ്. മാത്രമല്ല ഈ പാലോളി കമ്മീഷൻ അവിടെ രംഗപ്രവേശം ചെയ്യുന്നു. അതായത് ഈ കമ്മീഷനെ നിയോഗിക്കുന്നു. തൊട്ടടുത്ത വർഷം തന്നെ ഈ കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തു വരുന്നു. ഉടൻ തന്നെ മുൻകാല പ്രാബല്യത്തിലാണ് അതിനകത്തെ പദ്ധതികൾ ആവിഷ്കരിച്ചത്. അത് നമ്മൾ ശ്രദ്ധിക്കാനായിട്ടുണ്ട്. ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരികയും അതിനുശേഷം നടപ്പിലാക്കുന്ന കാലതാമസത്തിൽ വന്ന താമസം പോലും മാറ്റാണ്ട് മുൻകാല പ്രാബല്യത്തിലാണ് ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിലെ സ്കോളർഷിപ്പുകൾക്ക് അനുവദിച്ചത്. ആദ്യം ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ഇല്ലായിരുന്നു. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിലൂടെയാണ് ഈ സ്കോളർഷിപ്പുകൾ കൊടുത്തത്. അതിന് മുൻകാല പ്രാബല്യം കൊടുത്തു. പിന്നെ ന്യൂനപക്ഷ വകുപ്പിലേക്ക് മാറ്റുന്നു. ആ സമയത്ത് എങ്ങും നിന്നും ഇല്ലാത്തൊരു അനുവാദം ഇവിടെ വന്ന് ചേർക്കുന്നു. ഇതെല്ലാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം അനീതിപരവും ക്രിസ്ത്യാനികളെ മാനിക്കാത്തതുമായിട്ടുള്ള ഒരു അവതരണ പരിപാടിയാണ് ഈ സർക്കാർ സംവിധാനങ്ങൾ നടന്നത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. JB കോശി കമ്മീഷൻ. ഈ JB കോശി കമ്മീഷൻ കഴിഞ്ഞ മാസം നമ്മുടെ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് എറണാകുളത്ത് വെച്ച് കേരളം ഒട്ടാകെ ഓരോ വകുപ്പുകളുടെ ഓരോ സമ്മേളന വേദികളുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ന്യൂനപക്ഷ കമ്മീഷന്റെ ഒരു സമ്മേളന വേദിയായിട്ട് എറണാകുളത്ത് അവിടെ നടക്കുകയും അവിടെ ഞാൻ പോവുകയും ചെയ്തതാണ്. അവിടെ പോയ സമയത്ത് അവിടെ തന്നെ കാണാം, അവിടെ വേദിയും സദസ്സും എല്ലാമായിട്ട് തന്നെ ക്രൈസ്തവ പങ്കാളിത്തം ഒട്ടുമില്ലായിരുന്നു. ക്രൈസ്തവ സംവിധാനത്തെയോ അല്ലെങ്കിൽ സംഘടനകളെയോ പ്രത്യേകമായി അറിയിക്കുകയോ അങ്ങനെ അവരെ വിളിക്കുകയോ ക്ഷണിക്കുകയോ ഒന്നും തന്നെ ചെയ്തതായിട്ട് അവിടെ ശ്രദ്ധയപ്പെട്ടുമില്ല. ആകെ ഞാൻ ചെന്ന ഞാനും 2-3 പേരും മാത്രമേ അവിടെ ക്രിസ്ത്യാനികളായിട്ട് തന്നെ കാണാനുണ്ടായിരുന്നുള്ളൂ. അവസാനം ആ സമ്മേളനത്തിന് അവസാനം ഞാൻ മന്ത്രിയോട് നേരിട്ട് തന്നെ ചോദിച്ചൊരു കാര്യമാണ്, പൊതുവേദിയിൽ നിന്ന് തന്നെ നേരിട്ട് ചോദിച്ചൊരു കാര്യമാണ്, എന്തുകൊണ്ട് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല? മന്ത്രി അതിനു മുമ്പായിട്ട് തന്നെ ഇന്ന് ഈ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങള് കഴിഞ്ഞ മാസം തന്നെ മന്ത്രി ആ വേദിയിൽ അവതരിപ്പിക്കുകയുണ്ടായിരുന്നു. അവിടെ മാത്രമല്ല, ന്യൂനപക്ഷ വകുപ്പിന്റെ ഒരു ബുക്ക്ലെറ്റ് വരെ ഇറക്കി. ഇതുപോലെ ഓരോ വകുപ്പുകളിൽ നിന്നും JB കോശി കമ്മീഷന്റെ ഭാഗമായിട്ട് വന്ന നിർദ്ദേശങ്ങൾ അവിടെ നടപ്പിലാക്കിയതിനെ പറ്റിയുള്ള ഒരു വിവരം അവര് ബുക്ക്ലെറ്റ് വരെ ഇറക്കി. പക്ഷെ ആ വിവരത്തിൽ എങ്ങും തന്നെ എന്താണ് നടപ്പിലാക്കിയെന്നില്ല. ഇത്ര എണ്ണം നടപ്പിലാക്കുന്നു, ഇത്ര എണ്ണം അവരുടെ പരിഗണനയിലാണെന്ന് പറഞ്ഞ ഓരോ വകുപ്പിന്റെ പേരൊക്കെ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഓക്കെ, ഇത് ഞാൻ അവസാനിപ്പിക്കാം. അതായത് ഈ വകുപ്പ് മന്ത്രിയോട് അന്ന് ചോദിച്ചു, അതായത് എന്തുകൊണ്ടാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തതെന്ന് ചോദിക്കുകയുണ്ടായി. മാത്രവുമല്ല, ഈ കമ്മീഷൻ റിപ്പോർട്ടിലെ പരാമർശങ്ങൾ ക്രിസ്ത്യാനികൾക്ക് എതിരാകാൻ സാധ്യതയുണ്ടോ എന്നൊക്കെ ഉള്ള പരാമർശങ്ങളിൽ പുള്ളി എന്ന മറുപടി
ഒഴിഞ്ഞുപോക്ക് തന്നെയായിരുന്നു. പുള്ളി അവസാനം എന്നെ അവിടെ കരുവാക്കി സംസാരിക്കുകയും അതോടൊപ്പം തന്നെ ഇതിന് കൃത്യമായി മറുപടി പറയാതെ അവിടെ മുങ്ങുകയുമായിരുന്നു. ആ ഒരു പ്രകൃതമാണ് പുള്ളി അവിടെ എടുക്കുകയും ചെയ്തതെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. വ്യക്തമാണ്. അപ്പോൾ ഞാൻ അച്ഛനിലേക്ക് വരികയാണ്. അച്ഛാ, ഇപ്പോൾ അമൽ പറഞ്ഞതുപോലെ വളരെ കൊടിയ നീതി നിഷേധത്തിന്റെ ഒരു ചരിത്രം തന്നെയാണ് അമൽ പങ്കുവച്ചത്. വളരെ കൊടിയ നീതി നിഷേധത്തിന്റെ ഒരു ഇരട്ടത്താപ്പ് ഈ സച്ചാർ കമ്മിറ്റി റിപ്പോർട്ടിലും പാലോളി കമ്മീഷൻ റിപ്പോർട്ടിലും കാണിച്ച ഒരു വേഗതയുടെ പകുതിയിൽ ഒന്നുപോലും ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ടിൽ കാണിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു നമുക്ക് ഈ നിയമസഭാ ഇലക്ഷനൊക്കെ വരികയാണ്. ഇനി ചിരിച്ചുകൊണ്ട് ഒത്തിരി പേര് നമ്മുടെ അരമനകൾ കയറി ഇറങ്ങും, ഇടവുകൾ കയറി ഇറങ്ങും, സഭാസ്ഥാനങ്ങൾ കയറി ഇറങ്ങും. അതിന്റെ ചില കാഴ്ചകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്റ്റാൻഡിലേക്ക് വരേണ്ട സമയം അതിക്രമിച്ചില്ലേ? കാരണം ഇനി ഈ ഒരു ബസ് വിട്ടു കഴിഞ്ഞാൽ ഇനി 5 വർഷം അല്ലെങ്കിൽ ഇനി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഒക്കെ ഇനി ഇതിനൊരു സാധ്യതയുള്ളൂ. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ, ഇനി വരുന്ന ആഴ്ചകൾ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, ക്രൈസ്തവ സഭാ നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകം തന്നെയല്ലേ? ഒരു ബോൾഡായിട്ടുള്ള ഒരു സ്റ്റാൻഡ് രാഷ്ട്രീയമായിട്ട് സ്വീകരിക്കേണ്ട ഒരു സമയം തന്നെയല്ലേ ഈ വിഷയം, ഒപ്പം തന്നെ മറ്റ് പല നീതി നിഷേധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്? ഫാദർ റോബിൻ. 100% അത്തരം ഒരു നിലപാടെടുക്കേണ്ട സമയമാണ്. അതായത് ഇലക്ഷൻ കാലത്ത് എങ്ങനെയായാലും ക്രൈസ്തവര് വോട്ട് ബാങ്ക് ആണെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ നേതാക്കന്മാരൊക്കെ നമ്മളുടെ അരമനകളിലെ പിതാക്കന്മാരുടെ അടുക്കലൊക്കെ വരും. അപ്പൊ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ആർജവത്വത്തോടെ പറയാനായിട്ടുള്ള ഒരു ധൈര്യം ബന്ധപ്പെട്ട അധികാരികൾ, പിതാക്കന്മാര്, അതുപോലെ തന്നെ അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ടിരിക്കുന്ന ആളുകൾ വളരെ വ്യക്തതയോടുകൂടെ തന്നെ പറയാനായിട്ട് കഴിയണം. അതായത് ചില കാര്യങ്ങൾ പ്രകടന പത്രികയുടെ ഭാഗമായി ഉൾപ്പെടുത്തുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇതിനെ പരസ്യമായി തന്നെ അവരുടെ രാഷ്ട്രീയ നിലപാടുകളെ, അവരുടെ സാമൂഹിക നിലപാടുകളെ നമ്മൾ എതിർക്കുമെന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറയേണ്ടതായിട്ട് വരും. അപ്പോ ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടും എന്നുള്ളത് അവരുടെ പ്രകടന പത്രികയുടെ ഭാഗമായിട്ട് അത് രേഖപ്പെടുത്തപ്പെടണം. തന്നെയുമല്ല, ഭരണകക്ഷിയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പിന് മുമ്പ് ഈ റിപ്പോർട്ട് പുറത്തുവിടുകയും അതിന്റെ പ്രാരംഭ നടപടികളെങ്കിലും ആരംഭിച്ചു വെക്കുകയും ചെയ്യണമെന്നുള്ള വളരെ ശക്തമായ ഒരു നിലപാട് നമുക്ക് എടുക്കാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കതൊരു ഒട്ടും ഗുണകരമായ ഒരു നിലപാട് ആയിരിക്കത്തില്ല. എല്ലാവരോടും നമ്മൾ മാന്യമായി പെരുമാറും, എല്ലാവരെയും നമ്മൾ ആദരവോടെ കാണും. പക്ഷെ അതിനോടൊപ്പം തന്നെ ഈ ജെ.ബി. കോശി കമ്മീഷൻ റിപ്പോർട്ട് മാത്രമല്ല, അതുപോലെ തന്നെ ക്രൈസ്തവ സമൂഹം നേരിടുന്ന വലിയ വിവേചനങ്ങളുടെ വലിയ കഥകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല മേഖലകള്, അതുപോലെ തന്നെ നമ്മുടെ കാർഷിക മേഖലയുടെ വിഷയങ്ങള്, സഭ ഇതിനകം തന്നെ നിലപാടെടുത്തിരിക്കുന്ന പല വിഷയങ്ങള്, അത്തരം കാര്യങ്ങളൊക്കെ വളരെ വ്യക്തതയോടുകൂടെ തന്നെ പറയാനായിട്ട്, അതിനുള്ള പരിഹാരം കണ്ടെത്താനായിട്ട്, അതിനുള്ള പരിഹാര മാർഗങ്ങള് ഇവരുടെ കയ്യിൽ എന്താ ഉള്ളതെന്ന് ചോദിക്കാനൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും കഴിയണം. അപ്പൊ നമ്മുടെ ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന വലിയ പ്രതിസന്ധികളെ കുറിച്ച്, അല്ലെങ്കിൽ രാഷ്ട്രീയക്കാർ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള നിലപാടുകളെ കുറിച്ച് പബ്ലിക്കിന് മുമ്പിൽ ഇന്ന് അവതരിപ്പിക്കപ്പെടുവാനായിട്ട് ഈ ജെ.ബി. കോശി കമ്മീഷന്റെ റിപ്പോർട്ട് പുറത്തുവിടാത്ത സംഭവം പോലും ഒരു കാരണമായിട്ടുണ്ട്. പ്രത്യേകിച്ച് AKCC പ്രതിനിധിയെയും അമലിനെയും ഒക്കെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വളരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും അത് പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ ശരിയായ വഴികളിലൂടെ പ്രതികരിക്കാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത് AKCC-യിലും ചില വ്യക്തികളിലും മാത്രം ഒതുങ്ങി നിന്നിട്ട് കാര്യമില്ല. സഭാ നേതൃത്വത്തിലേക്ക് കൃത്യമായിട്ട് കടന്നു വരികയും അത് വോട്ട് ചോദിച്ചും ആരെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ചോദിച്ചും പിന്തുണ ചോദിച്ചും ഒക്കെ കടന്നു വരുമ്പോ ഞങ്ങളുടെ വിഷയങ്ങൾ ഇതാണ്, ഈ വിഷയത്തിനായി സഹകരിച്ചില്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളുടേതായ വഴികൾ തേടുമെന്ന് ആർജവത്വത്തോടെ പറയാനുള്ള ഒരു ധൈര്യം ഉണ്ടാകണം. ഇത് പറയുമ്പോ തീർച്ചയായിട്ടും കുറെ പേര് തെറി വിളിക്കാനുണ്ടാവും. ഇത് നമ്മൾ ഈ പറയുന്ന കാര്യത്തിന്റെ പേരിൽ പോലും കുറെ പേര് ഭയങ്കര പുണ്യം പറഞ്ഞിട്ട് വരാൻ കുറെ പേരുണ്ടാവും. അച്ഛന്മാരും എത്രമാരും രാഷ്ട്രീയം പറയാവോ, അത് ജനങ്ങൾ വോട്ട് ചെയ്തോളിയാലേ അവർ ജയിച്ചോളിയാലേ. പക്ഷെ സഭയുടെ കാര്യം നമ്മളല്ലാതെ ആരാ പറയുന്നേ? നമ്മുടെ ജനത്തിന്റെ കാര്യങ്ങള് നമ്മൾ പറയാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നമുക്ക് എങ്ങനെയാ അജപാലകരാണെന്ന് പറയാനായിട്ട് കഴിയുക? നമ്മുടെ ജനം വല്ലാത്ത പ്രതിസന്ധികളിലൂടെ, കഷ്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ ആ വേദനകൾ പൊതുസമൂഹത്തിന് മുമ്പിൽ വിളിച്ചു പറയേണ്ടവനാ പ്രവാചകനും പുരോഹിതനും ഒക്കെ. അപ്പൊ നമ്മുടെ അരമനകളിലേക്ക് കടന്നു വരുന്ന ഇത്തരത്തിലുള്ള ആളുകളോട് ഞങ്ങളുടെ നിലപാട് ഇതാണ്, അത്തരം നിലപാടുകൾ നിങ്ങൾക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ മാത്രമാണ് ചർച്ചയ്ക്ക് പോലും സാധ്യതയുള്ളൂ എന്ന് പറയാനുള്ള ഒരു ആർജവത്വം നമ്മുടെ പിതാക്കന്മാർക്കും അതുപോലെ തന്നെ ഇത്തരം അധികാരങ്ങളിൽ ഇരിക്കുന്ന ആളുകളും കാണിക്കും എന്നുള്ളത് തന്നെയാണ് എന്റെ പ്രതീക്ഷ. തീർച്ചയായിട്ടും മുൻകാലങ്ങളെക്കാൾ കൂടുതലായിട്ട് ക്രൈസ്തവ സമൂഹം പ്രതികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കേട്ടോ. അത് വളരെ പോസിറ്റീവായ ഒരു സൈനായിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ട്. മുൻകാലങ്ങളെക്കാൾ കൂടുതലായിട്ട് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് ക്രൈസ്തവർക്ക് ചില കാഴ്ചപ്പാടുകളുണ്ട്, ചില നിലപാടുകളുണ്ട്. നമ്മുടെ പരിമിതികൾ കൊണ്ട് നിന്നുകൊണ്ട് നമ്മൾ പറയുന്ന ഒരു അവസ്ഥയും, അതുപോലെ സഭാ ശാക്തീകരണ വർഷമൊക്കെ വരുമല്ലേ, അത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ചില കാഴ്ചപ്പാടുകളിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങൾ ആർജവത്വത്തോടെ നെഞ്ചുറപ്പോടെ പറയേണ്ട കാലഘട്ടമാണ്. ശത്രുക്കൾ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല. കാരണം എല്ലാ കാലത്തും പരവതാനി വിരിച്ച വഴികളിലൂടെ ഒന്നും അല്ല സഭ വളർന്നിട്ടുള്ളത്. വലിയ പ്രതിസന്ധികളെയൊക്കെ നമ്മൾ അതിജീവിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോൾ കുറെ പേർക്ക് ശത്രുക്കൾ ആയിട്ടുണ്ടാവും.
അത്തരം ആ ശത്രുക്കളെ പോലും സ്വീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു ആത്മീയതയിലേക്ക് നമ്മൾ വളരുക എന്നുള്ളതാണ്. ഒരു ആത്മീയതയാ, ജനത്തിന് വേണ്ടി പറയുക എന്നുള്ളത് ഒരു ആത്മീയതയാണ്. നമ്മുടെ ആത്മീയതയൊക്കെ ചില ആചാരാനുഷ്ഠാനങ്ങളായിട്ടോ ചില പ്രാർത്ഥനകളായിട്ടോ മാത്രം നമ്മൾ ഡിഫൈൻ ചെയ്യരുത്. ഈ ജനത്തിന് വേണ്ടി അജപാലകർ പറയുന്നത് ഒരു വലിയൊരു ആത്മീയതയാണ്. ഒരു അജപാലകന്റെ ആത്മീയത എന്ന് പറയുന്നത് തന്റെ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ തന്റെ ജനത്തിന് വേണ്ടിയിട്ട് പൊതുസമൂഹത്തിന് മുമ്പിൽ ശബ്ദിക്കാനുള്ള ഒരു ആർജവത്വം ഉണ്ടാകണം. ആ ആർജവത്വത്തിന്റെ പേരാണ് അജപാലകന്റെ ആത്മീയത എന്ന് പറയുക. ആ അജപാലകന്റെ ആത്മീയത നമ്മുടെ പിതാക്കന്മാരും ബന്ധപ്പെട്ടവരും കാണിച്ചു കഴിയുമ്പോൾ നമ്മുടെ ആവശ്യങ്ങൾക്ക് അവിടെ യാഥാർത്ഥ്യമായിട്ട് കൊടുക്കും. അത് ഇവർക്ക് വഴങ്ങേണ്ടതായിട്ട് വരും. അപ്പൊ അങ്ങനെ ആർജവത്വത്തോടുകൂടെ സഭാ നേതൃത്വം സംസാരിച്ച് കഴിയുമ്പോൾ തീർച്ചയായും ദൈവജനം കൂടെ ഉണ്ടാവും. അപ്പൊ അങ്ങനെ നമുക്ക് നഷ്ടപ്പെട്ടു പോയ ചില കാര്യങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു എത്താനും നമ്മുടെ ആ ഒരു ധൈര്യം നമുക്ക് നമ്മുടെ ഒരു ആർജവത്വവും നമ്മുടെ ധൈര്യവും ഒക്കെ കാണിക്കാനും ഒക്കെ ആയിട്ട് കഴിയും. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൈസ്തവ സമൂഹം ഭിന്നിച്ചു നിൽക്കുന്ന ഒരു വലിയൊരു അവസ്ഥയിലാണ് നമ്മൾ നിൽക്കുക. നമ്മളൊക്കെ ചില ബ്രാൻഡുകളുടെ കീഴിലായിട്ട് അങ്ങോട്ട് വ്യാഖ്യാനിക്കപ്പെട്ടേക്കുവാണ്. ആണെങ്കിലും അല്ലെങ്കിലും കേരള കോൺഗ്രസിന്റെ അല്ലെങ്കിൽ BJPയുടെ CPMന്റെ അങ്ങനെയുള്ള പലതരത്തിലുള്ള ബ്രാൻഡുകളിൽ വെച്ചു നീട്ടുന്നു. അതുപോലെ തന്നെ എല്ലായിടങ്ങളിലും ചില നേതാക്കന്മാരെ നമുക്ക് ക്രിസ്ത്യാനിയുടെ സ്ഥാനാർത്ഥിയാ എന്ന് കാണിച്ചുകൊണ്ട് ചില ആൾക്കാരെയും കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അതുകൊണ്ടായില്ല. രാഷ്ട്രീയ നിലപാടുകളാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏറ്റവും പ്രധാനമായിട്ട് ഭരണഘടനയിൽ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടുമെന്നുള്ളത് എഴുതാനുള്ള ധൈര്യം കാണിക്കുന്ന നേതാക്കന്മാരെ മാത്രമേ നമ്മളുടെ അരമനകളിൽ കയറ്റി സംസാരിക്കാനായിട്ട് ഒരു ആർജവത്വം കാണിക്കാവുള്ളൂ എന്നാണ് എനിക്ക് അഭിവൃദ്ധി പിതാക്കന്മാരോട് ഈ സമയത്ത് പറയാനുള്ളത്. സമുദായ നേതാക്കന്മാരോട് എനിക്ക് പറയാനായിട്ടുള്ളത്, ഇത്തരം ആളുകൾക്ക് നമ്മളെ തേടി വരുമ്പോൾ നമ്മളുടെ പൊതു ആവശ്യങ്ങൾ പറയാനായിട്ടുള്ള ഒരു നെഞ്ചുറപ്പ് തീർച്ചയായിട്ടും ഉണ്ടാകണം. അങ്ങനെ ഒരു കാര്യം ഉണ്ടായി കഴിയുമ്പോൾ ജനത്തിന് തോന്നും നമ്മളുടെ നേതൃത്വവും നമ്മുടെ അജപാലകർ നമുക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെന്ന് ജനത്തിന് തോന്നി കഴിയുമ്പോൾ അവര് നമ്മളുടെ കൂടെ നിൽക്കും. അങ്ങനെ കഴിയുമ്പോൾ നമ്മുടെ ചില ലക്ഷ്യങ്ങളിലേക്ക് നമുക്ക് നടന്നെടുക്കാനായിട്ട് കഴിയും. ഇത് ലാസ്റ്റ് ബസ്സാണ്. ഇപ്പൊ പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ലെങ്കിൽ 2031 തെരഞ്ഞെടുപ്പില് കാര്യമായിട്ടൊന്നും പ്രതികരിക്കേണ്ട വരികയില്ല. അതിന് മുമ്പ് തന്നെ തീരുമാനമായിക്കോളും. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരു ലാസ്റ്റ് തീരുമാനമാണെന്നുള്ള തിരിച്ചറിവ്, അതുപോലെ തന്നെ നമ്മളുടെ സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ബന്ധപ്പെട്ടവരെ അറിയിക്കാനായിട്ടുള്ള ഒരു ആർജവത്വം നമുക്കുണ്ടാവണം. JB കോശി കമ്മീഷൻ റിപ്പോർട്ടിനകത്ത് പറഞ്ഞത് ഇനിയും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. അങ്ങനെയുള്ള ഒരു രീതിയിൽ മുമ്പോട്ട് പോയി കഴിയുമ്പോൾ നമുക്ക് നേടാനായിട്ട് കഴിയും. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് ക്രിസ്ത്യാനിയെ സംബന്ധിച്ച്, ക്രൈസ്തവ സഭാ നേതൃത്വത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ഒരു താക്കോല. ഈ താക്കോൽ ഉപയോഗിക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മളുടെ തീരുമാനമാണ്. ശത്രുക്കൾ ഉണ്ടാകും, എതിർപ്പുകൾ ഉണ്ടാകും, വെല്ലുവിളികൾ ഉണ്ടാകും. അപ്പം അജപാലകന്റെ ഉത്തരവാദിത്വം അജഗണത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. സമുദായ നേതൃത്വത്തിന്റെ ഉത്തരവാദിത്വം സമുദായത്തിന് വേണ്ടി സംസാരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു ആർജവത്വം കാണിച്ചു കഴിയുമ്പോൾ തീർച്ചയായും നമുക്ക് പുരോഗതിയിലേക്ക് വളരാനായിട്ട് കഴിയും. ഈ സമുദായത്തെ സംരക്ഷിക്കാനുള്ള വലിയൊരു സുവിശേഷത്തിന്റെ പ്രവർത്തനം കൂടിയാണ് ഈ ഓരോ ദൗത്യം എന്നുള്ളത് നമുക്ക് മറക്കാതിരിക്കാം. ഓക്കെ, വ്യക്തമാണ്. അഡ്വക്കേറ്റ് മനു, നമുക്കറിയാം ഒരു രാഷ്ട്രീയക്കാർക്ക് കൃത്യമായിട്ട് അറിയാം ഈ ആവശ്യങ്ങൾ അത് വോട്ടായി മാറണമെങ്കിൽ ആ ആവശ്യത്തെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം ആ വോട്ട് ചെയ്യുന്നവർക്ക് ഉണ്ടാകണമെന്ന ആ ഒരു കാര്യം രാഷ്ട്രീയക്കാർക്ക്. നമ്മൾ ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ കാര്യത്തിലേക്ക് തന്നെ വരികയാണ്. ഈ റിപ്പോർട്ട് എന്താണ്? ഈ JB കോശി കമ്മീഷൻ എന്ന് പറയുന്ന ഒരു റിപ്പോർട്ട് ക്രൈസ്തവ സമുദായത്തിന് വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെ സമർപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യം നമ്മൾ ഒരു സത്യസന്ധമായിട്ടൊരു സർവേ എടുക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു 40% അത്രയും പേർക്ക് പോലും നമ്മുടെ സമുദായത്തിൽ അറിയുമോ എന്ന് നമുക്ക് സംശയമുണ്ട്. തീർച്ചയായിട്ടും കത്തോലിക്ക കോൺഗ്രസ് ഉൾപ്പെടുന്ന അൽമായ സംഘടനകൾ അതിന്റെ പ്രാധാന്യത്തെപ്പറ്റി വലിയ രീതിയിലുള്ള കാര്യങ്ങൾ, ബോധവൽക്കരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇങ്ങനെ ഒരു കമ്മീഷൻ റിപ്പോർട്ട്, അതിന്റെ ഒരു ആവശ്യകത, അത് നടപ്പാക്കിയില്ലെങ്കിൽ നമ്മൾ നേരിടാൻ പോകുന്ന പ്രത്യാഘാതങ്ങൾ, അത് ഭൂരിപക്ഷം പേരിലേക്കും എത്തിയിട്ടുണ്ടോ എന്നൊരു ആശങ്ക പലരും പങ്കുവയ്ക്കുന്നു. നമുക്കറിയാം സമുദായ നേതൃത്വങ്ങൾക്കറിയാം, സഭാ നേതൃത്വങ്ങൾക്കറിയാം, സഭയ്ക്ക് വേണ്ടി തീക്ഷ്ണമായിട്ട് പ്രയത്നിക്കുന്നവർക്കറിയാം. അപ്പോൾ കുറെ കൂടി ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് ഇതിന്റെ ഒരു ആവശ്യകത, ഈ റിപ്പോർട്ടിന്റെ ഒരു ആവശ്യകത എത്തിക്കേണ്ട ഒരു കാലഘട്ടം കൂടിയല്ലേ ഇത്? എങ്കിൽ മാത്രമാണ് അതൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് ഇത് നടപ്പാക്കണം എന്നൊരു ആവശ്യം, അതൊരു സമ്മർദ്ദ തന്ത്രമായിട്ട് നമുക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. ആ ഒരു നിരീക്ഷണത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? തീർച്ചയായിട്ടും. പക്ഷേ ക്രൈസ്തവ സമൂഹത്തിന് ഇതിനെപ്പറ്റി ഗ്രാഹ്യമില്ല എന്നുള്ള ഒരു വിലയിരുത്തൽ ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ചാൽ കത്തോലിക്ക കോൺഗ്രസ് അവകാശ സംരക്ഷണ യാത്ര ഒക്ടോബർ നടത്തിയപ്പോൾ കേരളത്തിലെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനങ്ങളുമായിട്ട് ഞങ്ങൾ സംവദിച്ചതാണ്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹം എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രശ്നങ്ങളെ പറ്റി ജാഗരൂകരാണ്, അവകാശങ്ങളെ പറ്റി ബോധവാന്മാരാണ്. ഉറങ്ങിക്കിടക്കുകയായിരുന്നു എന്ന ഒരു യാഥാർത്ഥ്യം നാം സംവദിക്കുന്നു. ചിലപ്പോഴെങ്കിലും നമ്മൾ ഉറങ്ങിക്കിടക്കുകയായിരുന്നു, അല്ലെങ്കിൽ ചില മടികൾ നമ്മെ ചില സമയങ്ങളിലൊക്കെ അപഗ്രഥിച്ചിരുന്നു. ആ മടികളിൽ നിന്ന് മാറി, അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഞങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തരും, ചോദിച്ചില്ലെങ്കിലും അവർ തരും, അവരൊക്കെ നമ്മുടെ ആൾക്കാരാണോ എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഒരു കാലത്ത് ക്രൈസ്തവ സമൂഹത്തിലുണ്ടായിരുന്നു. പക്ഷേ ആ തെറ്റിദ്ധാരണകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട്
ഞങ്ങളെ പറ്റിക്കുന്ന പലരും ഉണ്ടെന്ന തിരിച്ചറിവിലേക്ക് ക്രൈസ്തവ സമൂഹം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ക്രൈസ്തവ സമൂഹത്തിന് വ്യക്തമായിട്ട് അറിയാം, ഇത് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് അറിയാം, എല്ലാം ഡേറ്റയുടെ കാലഘട്ടമാണ്. ഈ ഡേറ്റകളെ വിലയിരുത്തിക്കൊണ്ടാണ് ഒരു സമൂഹത്തെ അല്ലെങ്കിൽ സർക്കാരിന്റെ നയരൂപീകരണങ്ങളെ തീരുമാനിക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ പറ്റിയുള്ള ഡേറ്റയാണ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുക. ആ ഡേറ്റയെ വിലയിരുത്തിയാണ് ഇനി വരുന്ന 5 കൊല്ലം അല്ല 10 കൊല്ലം, പണ്ടൊക്കെ പറയാം നമ്മൾ പഞ്ചവത്സര പദ്ധതികൾ എന്ന് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതികളെ പറയും. ഇപ്പൊ അതിന് പേര് മാറ്റിയിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ അടുത്ത 5 കൊല്ലം വരുന്ന അല്ലെങ്കിൽ 10 കൊല്ലം വരുന്ന 15 കൊല്ലം വരുന്ന സർക്കാർ ഇവിടെ നടത്തുന്ന നയരൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള ഡേറ്റയാണ് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട്. പക്ഷേ ഇതൊരു ഡേറ്റയാണെന്നും ഇതിനെ വിലയിരുത്തിയാണ് ഭാവിയിൽ പോളിസികൾ ഉണ്ടാകേണ്ടതെന്നും ക്രൈസ്തവ സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള നയരൂപീകരണം ഉണ്ടാകേണ്ടതെന്നുള്ള ഒരു ചിന്ത ക്രൈസ്തവ സമൂഹത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ചില ആവശ്യങ്ങൾ മാത്രം കിട്ടുവാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇത് കിട്ടിയാൽ ഉടനെ എല്ലാം കൂടി പെട്ടെന്ന് ഇങ്ങോട്ട് വരും എന്നുള്ള ചില തെറ്റിദ്ധാരണകളും ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഇന്ന് കേരളത്തിൽ അധിവസിക്കുന്ന ക്രൈസ്തവ സമൂഹം, അത് എല്ലാ സഭാവിഭാഗങ്ങളിലുമുള്ള ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ക്രൈസ്തവ സമൂഹത്തിന്റെ കൃത്യമായിട്ടുള്ളൊരു ഡേറ്റയാണ്, അവരുടെ അവസ്ഥയുടെ ഡേറ്റയാണ്. ഈ ഡേറ്റ വെച്ച് കമ്പാരിസൺ നടത്തുമ്പോൾ മാത്രമാണ് ഇപ്പോൾ EWS വന്നു. ഈ EWS വന്നു കഴിയുമ്പോൾ ഈ വീക്കർ സെക്ഷനെ നിർണ്ണയിക്കേണ്ട പരിധികൾ, നാളുകൾ മാറ്റപ്പെടാം. ആ പരിധികൾ നാളുകളിൽ മാറ്റപ്പെടുമ്പോൾ ഇതിലെ ഡേറ്റ ഇതിലൊരു വലിയ ഘടകമാണ്. ഈ ക്രൈസ്തവ സമൂഹത്തിലെ ഡേറ്റയും അതിൻ്റെ അകത്ത് ഒരു വലിയ ഘടകമാണ്. അപ്പോൾ അങ്ങനെ ഓരോ മൈനോറിറ്റി റേറ്റ് ഈ 80:20 അമൽ പറയുകയുണ്ടായി. ഈ 80:20 നിർണ്ണയിക്കപ്പെടുമ്പോൾ ഇതിലെ ഡേറ്റ ഒരു ഘടകമാണ്. ഈ മുമ്പേ അച്ഛൻ പറഞ്ഞ പോലെ അച്ചായന്മാർ എന്ന് മാത്രം അറിയപ്പെടുന്ന ക്രൈസ്തവ സമൂഹത്തിൽ അച്ചായന്മാർ മാത്രമല്ലെന്നും അതിൽ താഴേക്കടയിലുണ്ടവരൊന്നും അത് മാത്രമല്ല, ഈ ഇവിടുത്തെ കുടിയേറ്റ കർഷകൻ, കേരളത്തിനെ മുന്നോട്ട് നയിച്ച കേരള സാമ്പത്തികത്തിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് കുടിയേറ്റ കർഷകനായിരുന്നു. അന്ന് സുഗന്ധവ്യഞ്ജനങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന കൊച്ചിയിലൂടെ ഈ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്തിക്കൊണ്ട് ഇവിടുന്ന് സുഗന്ധവ്യഞ്ജനങ്ങളും മറ്റും പുറത്തേക്ക് പോയപ്പോഴത്തേക്കിന് അതിൻ്റെ ഒരു അടിത്തറ എന്ന് പറയുന്നത് അവിടുത്തെ ക്രൈസ്തവ സമൂഹമായിരുന്നു. ആ ക്രൈസ്തവ സമൂഹം ഇന്ന് അവഗണന നേരിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കുടിയേറ്റ മേഖലയിൽ, അതുപോലെ തന്നെ തീരദേശ മേഖലയിൽ കുട്ടനാട്ടിലേക്ക് കടന്നു വന്നു കഴിഞ്ഞാൽ കായലിനെ കരയാക്കി മാറ്റിക്കൊണ്ട് അവിടെ കൃഷി ഇറക്കിയവരായിരുന്നു, കായൽ നിറങ്ങളിൽ കൃഷി ഇറക്കിയവരായിരുന്നു ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം. അതായത് എല്ലാ ജനതയും ഉണ്ടെന്ന് പറയുമ്പോഴും അത് നേതൃത്വം കൊടുത്തത് ക്രൈസ്തവ സമൂഹമായിരുന്നു. ഇന്ന് കുട്ടനാട് ഇവിടെ കിടക്കുന്നു. അപ്പോൾ ഇങ്ങനെ മേഖല തിരിച്ച് ഉണ്ടായിട്ടുള്ള ചില മാറ്റങ്ങളുണ്ട്. കേരളത്തിന്റെ വികസനത്തിൽ വന്നിരിക്കുന്ന ചില പാളിച്ചകളുണ്ട്. ഒരു കാലത്ത് കേരളത്തിന്റെ വികസനത്തിന് നാന്ദി കുറിച്ചിരുന്ന സാമ്പത്തിക അടിത്തറയ്ക്ക് കേന്ദ്രബിന്ദുവായിരുന്ന പല കാര്യങ്ങളും കാലക്രമേണയുള്ള സർക്കാർ പോളിസികൾ ഇല്ലാതാക്കപ്പെട്ടു. അവിടെ നിർഭാഗ്യവശാൽ ഇന്ന് ആ പല സ്ഥലങ്ങളിലും അധികമായിട്ട് വസിക്കുന്നത് ക്രൈസ്തവ സമൂഹമാണെന്ന് പറയേണ്ടി വരും. ആ ക്രൈസ്തവ സമൂഹത്തിന്, അതായത് കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് നാന്ദി കുറിക്കുക അല്ലെങ്കിൽ അടിത്തറ പാകിയ ക്രൈസ്തവ സമൂഹത്തിന്റെ മേഖലകളെ ശ്രദ്ധിക്കുവാനായിട്ട് കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള സർക്കാരുകൾ പലപ്പോഴും തയ്യാറായില്ല, അല്ലെങ്കിൽ അവർക്കെല്ലാം ഉണ്ട് എന്ന ധാരണയിൽ സേവനങ്ങൾ, നടപടികൾ ഉണ്ടാക്കുവാനായി, പോളിസി മേക്കിംഗ് ഉണ്ടാക്കുവാനായിട്ട് അവർക്ക് സാധിച്ചില്ല. അങ്ങനെയുള്ളൊരു അവസ്ഥ ഇരിക്കുമ്പോഴാണ് വീണ്ടും ഒരു പഠനം കടന്നു വരിക. ഈ പഠനം കടന്നു വരുന്നു കഴിയുമ്പോൾ ഓരോ മേഖലയിലെയും മേഖല തിരിച്ചുള്ള പ്രശ്നങ്ങൾ, ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർ കേന്ദ്രീകരിച്ചിരിക്കുന്ന മേഖലയിലെ പ്രശ്നങ്ങളുടെയും കൂടെ പഠനമാണ്. അതനുസരിച്ച് ആ മേഖലയുടെ പോളിസി മേക്കിങ്ങിൽ വ്യത്യാസപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു കാഴ്ചപ്പാട് ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിലോട്ട് എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. പക്ഷേ അവകാശങ്ങളെ പറ്റി ഇന്ന് ക്രൈസ്തവ സമൂഹം ബോധവാന്മാരാണ്, ഉറങ്ങിക്കിടക്കുന്നവരല്ല. വോട്ടിലൂടെ പ്രതികരിക്കുവാനായിട്ട് അറിയാം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിൽ പലർക്കും ഇതൊക്കെ ഒരു ഭരണവിരുദ്ധ വികാരമെന്നും മറ്റു വികാരമെന്നും ഒക്കെ പറയുമ്പോഴും നമുക്ക് നോക്കിയാൽ അറിയാം, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ സമൂഹം ഏത് പാർട്ടിയിലാണെങ്കിലും പല കാര്യങ്ങളിലും കൃത്യമായ നിലപാടെടുത്തുകൊണ്ട് ചില സ്ഥലങ്ങളിൽ കൃത്യമായ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ പുറത്തു വരുന്ന വാർത്തകൾക്കൊക്കെ അതീതമാണ്. അപ്പം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഒരു ചിന്തയുണ്ട്, ക്രൈസ്തവ സമൂഹത്തെ എണ്ണം കുറഞ്ഞുകൊണ്ട് അവരെ ഒതുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ 5 അല്ല 5000 അല്ല ഇനി 50,000 ഉള്ളൊരു മണ്ഡലത്തിലുണ്ടെങ്കിലും കേന്ദ്രീകൃതമായിട്ട് കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ ക്രൈസ്തവ സമൂഹം സജ്ജമാണ്. പിന്നെ നമുക്കിടയിൽ ചിലപ്പോൾ ഇതിന്റെ JB കോശി കമ്മീഷന്റെ അതിന്റെ അർത്ഥാന്തരങ്ങൾ, അതിന്റെ ആഴം എത്ര വരെ ഉണ്ടെന്നുള്ള ചിന്ത ഇല്ലെന്നിരിക്കാം, അത് സത്യമായിരിക്കാം. പക്ഷേ എന്നിരുന്നാൽ പോലും അവകാശങ്ങളെ പറ്റി ബോധവാന്മാരാണ് രാഷ്ട്രീയ സമൂഹം. അത് ഭരണപക്ഷം എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, രാഷ്ട്രീയ സമൂഹം കരുതിയിരിക്കുക എന്ന് മാത്രം പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. കത്തോലിക്ക കോൺഗ്രസിനും അത് തന്നെയാണ് പറയുവാനുള്ളത്. യെസ്, ഏറ്റവും ലാസ്റ്റായിട്ട് അമലിലേക്ക് വരുമ്പോൾ, തുടക്കത്തിൽ അച്ഛൻ സൂചിപ്പിച്ചതുപോലെ ഈ കമ്മീഷൻ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ
അത് പലരെയും പേടിപ്പെടുത്തും, അല്ലെങ്കിൽ പലരെയും ഭയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ അതിലുണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. ആരാണ് കേരളത്തിൽ യഥാർത്ഥത്തിലുള്ള ന്യൂനപക്ഷം എന്നതിനെ പറ്റിയുള്ള കൃത്യമായിട്ടുള്ള പിക്ചർ ഒരുപക്ഷെ അതിലേക്ക് വരും. നേരത്തെ അഡ്വക്കേറ്റ് മനു സൂചിപ്പിച്ചതുപോലെ ആരാണ് യഥാർത്ഥത്തിൽ ദുർബലർ എന്നതിനെ പറ്റിയുള്ള കൃത്യമായ ഡേറ്റ വരും. ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെയാണ് നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ മരണ നിരക്കൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കണക്കുകളൊക്കെ പുറത്തു വന്നത്. അതിൽ തന്നെ 2025 ഈ കോട്ടയത്ത് ജനിച്ചവരുടെ എണ്ണം 16,000 ആണെങ്കിൽ മലപ്പുറത്ത് ജനിച്ചവരുടെ എണ്ണം 69,000 ആണ്. തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള ജില്ലകളിൽ ഒരു നെഗറ്റീവ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്, അതായത് ജനിച്ചവരെക്കാൾ കൂടുതൽ പേർ മരണപ്പെടുന്ന ഒരു അവസ്ഥ. അതിനാൽ തന്നെ ചില അപ്രിയ സത്യങ്ങൾ ഈ കമ്മീഷൻ റിപ്പോർട്ടിലൂടെ പുറത്തു വരാനുള്ള സാധ്യത. ഒപ്പം തന്നെ ഈ പ്രണയക്കെണിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പരാതികളും പല ക്രൈസ്തവ സഭകളും പല രൂപതകളും ഒക്കെ ഈ കമ്മീഷനിൽ ഉന്നയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പല അപ്രിയ സത്യങ്ങളും പുറത്തു വരുമോ എന്നൊരു ഭയമാണോ സർക്കാരിനെയും ഈ റിപ്പോർട്ട് പുറത്തുവിടാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുവാൻ പ്രേരിപ്പിക്കുന്നത്? ശ്രീ അമൽ ശ്രീക്ക്. തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം അതിന്റെ അപ്പുറവും എന്ന് നമുക്ക് പറയാം. അതായത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഈ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന്റെ കൈകാര്യം എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നുള്ളത്. അതായത് ഇന്ന് വരെയും ശരിക്കും പറയാം PSCക്ക് വിടാതെ താൽക്കാലിക നിയമനങ്ങളുടെയും ഒക്കെ മുന്നോട്ട് പോകുന്ന ഒരു സംവിധാനമാണ് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ്. അപ്പൊ ആ വകുപ്പ് ശരിക്കും പറയാൻ നിയന്ത്രിക്കുന്നത് ആരാണ്? ഇപ്പം മന്ത്രി എടുത്തു കഴിഞ്ഞാൽ ഈ മന്ത്രി തന്നെ എന്ത് നിലപാടാണ് സ്വീകരിക്കുക, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പ്രത്യേക മതത്തിനോട് കൂടുതൽ താല്പര്യത്തോടെ പെരുമാറുന്ന മന്ത്രിമാരെയാണ് നമുക്ക് ഈ കഴിഞ്ഞ 2 വട്ടവും കാണാൻ സാധിച്ചത്. ഇടയ്ക്ക് വെച്ച് മുഖ്യമന്ത്രിയുടെ ഒരു കാലഘട്ടം വന്നെങ്കിലും പെട്ടെന്ന് തന്നെ ഒരു മുന്നറിയിപ്പും ഇല്ലാതെ മുഖ്യമന്ത്രി അബ്ദുറഹ്മാന് സീറ്റ് ഒഴിയുന്നതായിട്ട് നമ്മൾ കാണുകയുണ്ടായി. അപ്പം ഈ KT Jaliലിന്റെ കാലഘട്ടത്തിലും അബ്ദുറഹ്മാന്റെ കാലഘട്ടത്തിലും ഒക്കെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ വരുന്നത്. അതായത് KT Jaliലിന്റെ കാലഘട്ടത്തിന്റെയൊക്കെ അവസാന സമയങ്ങളിലാണ് നമ്മുടെ ഈ ഒരു JB കോശി കമ്മീഷൻ വേണമെന്ന രീതിയിലേക്കും ഒക്കെ ഈ പഠനങ്ങളൊക്കെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നത്. അതിനുശേഷം ഇത് നടപ്പിലാക്കുന്ന കാര്യങ്ങളെ പറ്റി വരുന്നത് ഈ അബ്ദുറഹ്മാന്റെ കാലഘട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ അബ്ദുറഹ്മാന്റെ കാലഘട്ടം നോക്കുവാണെങ്കിൽ കൃത്യമായിട്ടും ഈ 2 വർഷങ്ങളൊക്കെ ആയിട്ട് ഈ റിപ്പോർട്ട് ആരൊക്കെയോ ഇരുന്ന് പഠിക്കുന്നുണ്ട്. ക്രിസ്ത്യാനികളുടെ കൈ മാത്രം കിട്ടുന്നില്ലെന്നേ ഉള്ളൂ. ആരൊക്കെയോ കൃത്യമായി പഠിക്കുന്നു, കൃത്യമായ നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു, അതിനനുസരിച്ച് ഈ വകുപ്പ് പ്രവർത്തിക്കുന്നു, വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പോകുന്നു എന്ന് വേണം നമുക്ക് കാണാനായിട്ട്. കാര്യം ക്രിസ്ത്യാനികളുടെ ഇടയിലേക്ക് റിപ്പോർട്ട് നൽകാതെ പ്രത്യേകമായി പരിരക്ഷിച്ചുകൊണ്ട് ചില ആൾക്കാർ കൃത്യമായ രീതിയിലേക്ക് ഈ റിപ്പോർട്ട് പഠിച്ച് മറ്റ് കാര്യങ്ങളിലൂടെ, അതായത് വകുപ്പുകളിലേക്ക് കൊടുക്കേണ്ടത് വകുപ്പുകളിലേക്ക് കൊടുക്കുന്നു, എന്തൊക്കെയാണ് നടപ്പിലാക്കേണ്ടത് അതിനെ മാത്രം ഒരു സോർട്ട് ഔട്ട് ചെയ്തിട്ട് നടപ്പിലാക്കാനായിട്ട് ചില ശ്രമങ്ങൾ നടത്തുന്നു. അങ്ങനെ ഒരു അന്ധകാരത്തിൽ അല്ലെങ്കിൽ പ്രകാശത്തിൽ നിന്ന് മാറി ഇരുട്ടിൽ കിടന്ന് കളിക്കാനായിട്ട് അവിടെ കളിക്കാർ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാതെ പോകരുത്. അപ്പം എത്രമാത്രമാണ് ഈ ഒരു സമുദായത്തെ ഇല്ലായ്മ അല്ലെങ്കിൽ ഇതിന്റെ ഒരു നന്മയ്ക്കോ അല്ലെങ്കിൽ അവകാശ ലക്ഷ്യങ്ങൾക്കോ അവിടെ തടയിടാനായിട്ട് ഒരു സർക്കാർ സംവിധാനത്തിൽ നിന്നുള്ള ശ്രമങ്ങൾ വരുന്നുള്ളത് നമ്മൾ കാണാതെ പോകരുത് എന്നുള്ളതാണ് പറയാനുള്ളത്. പലപ്പോഴും നമ്മൾ നിസ്സാരമായിട്ട് കാണുന്ന പല കാര്യങ്ങളിലും ഉള്ളില് നാളെ ഭീതിജനകമായ ചില സത്യങ്ങളുണ്ട് എന്ന് ഒക്കെ ഉള്ളതിന്റെ ഒരു വെളിപ്പെടുത്തലാണിത്. മാത്രമല്ല നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം കൂടി ഉണ്ട്. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ട് അത് തികച്ചും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനികൾക്ക് മാത്രമായിട്ടുള്ള റിപ്പോർട്ടായിട്ട് കാണാൻ പറ്റത്തില്ലെന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതായത് ഈ കേരളത്തിലുള്ള എല്ലാ സമൂഹങ്ങൾക്കും അവരുടെ വളർച്ചയ്ക്കും വേണ്ടി ഉപകരിക്കുന്ന ധാരാളം നിർദ്ദേശങ്ങൾ, ഒട്ടുമിക്ക ഏകദേശം ഒരു മെജോറിറ്റി ഇതിന്റെ നിർദ്ദേശങ്ങളും മിക്കവാറും ക്രിസ്ത്യാനികളെ അല്ലെങ്കിൽ ക്രിസ്ത്യൻ സമൂഹത്തെ ഉന്നമിച്ചുകൊണ്ടായിരിക്കത്തില്ല. കാര്യം കേരളത്തിലെ പൊതുസമൂഹത്തിന് തന്നെ വളർച്ചയ്ക്കും അവരുടെ വികസനത്തിനു വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ തന്നെ ആയിരിക്കണം ഈ JB കോശി കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകുന്ന പരാമർശങ്ങൾ എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം അതിന്റെ ഈ നടപ്പിലാക്കിയത് ഈ വകുപ്പുകളിലൂടെ ഇവർ ഇത്രത്തോളം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ക്രിസ്ത്യാനികൾ ഒന്നും തന്നെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് ഒന്നും തന്നെ അത് അറിയാൻ പോലും കഴിയാത്ത വിധത്തിൽ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ ചില പൊതു നിർദ്ദേശങ്ങൾ ഈ സമൂഹത്തിന് അത്രമാത്രം അർഹിക്കുന്ന അല്ലാത്ത നിർദ്ദേശങ്ങൾ ധാരാളമായിട്ട് ഇതിനകത്ത് ഉണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് പാലോളി മൂന്നുറ്റി കമ്മീഷനെ പോലെ ഒരു മുസ്ലിം മാത്രമായിട്ടുള്ള ഒരു റിപ്പോർട്ട്, അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തിന് വേണ്ടി മാത്രമായിട്ടുള്ള റിപ്പോർട്ടിനേക്കാൾ ഉപരി പൊതുസമൂഹത്തിന്റെ കൂടെ നന്മയെ ആസ്പദമാക്കിക്കൊണ്ടുള്ള റിപ്പോർട്ടാണിത്. പക്ഷെ എന്നിട്ട് പോലും ഈ സർക്കാർ ആ റിപ്പോർട്ട് മുന്നോട്ട് വെക്കുകയോ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യാതെ ഇരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എത്രമാത്രം ഭീതിജനകമാണെന്ന് ഇനിയെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. ഈ റിപ്പോർട്ട് നടപ്പിലാക്കുന്ന സമയങ്ങളിൽ നമ്മൾ വളരെ അധികം ശ്രദ്ധിക്കണം. കാര്യം ഈ റിപ്പോർട്ട് നടപ്പിലാക്കി അവസാനം കഴിയുമ്പം ക്രിസ്ത്യൻ സമൂഹം ഇന്ന് അറിഞ്ഞിട്ടില്ലാത്ത പോലെ അറിയാത്ത ഒരു അവസരമായി മാറരുത്. അതായത്
സംവരണം കൃത്യമായിട്ടും ഈ കമ്മീഷൻ റിപ്പോർട്ടിൽ വരേണ്ട ഒരു കാര്യമാണ്. ക്രിസ്ത്യൻ സമൂഹത്തിന് അർഹമായ സംവരണം. കാരണം ഈ സമൂഹത്തിനെ നിർബന്ധിത നാടുകടത്തലിനാണ് നമ്മളിപ്പോൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. അതായത് കേരളം നോക്കുവാണെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി അനാലിസിസ് നോക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ അന്യനാട്ടിലേക്ക് ജോലിക്ക് വേണ്ടി പോയത് അല്ലെങ്കിൽ പോകേണ്ടി വന്നൊരു സമൂഹം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ കേരളത്തിലെ ക്രൈസ്തവർ തന്നെയാണ്. മാത്രമല്ല കൃത്യമായ രീതിയിൽ കുറഞ്ഞ ചെലവില് നല്ലൊരു സർക്കാർ വിദ്യാഭ്യാസത്തിന് അർഹതയില്ലാത്ത ആയി മാറിയതും ഈ ക്രിസ്ത്യൻ സമൂഹം തന്നെയാണ്. കാര്യം OBC റിസർവേഷൻ പോലുള്ള സംവിധാനങ്ങളൊന്നും തന്നെ ലഭിക്കാത്തത് കൊണ്ട് തന്നെ കുറഞ്ഞ ചെലവില് സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാഭ്യാസം കിട്ടാനായിട്ടോ അല്ലെങ്കിൽ സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ലഭിക്കാനായിട്ടോ അർഹതയില്ലാതായി പോയ ഒരു ന്യൂനപക്ഷത്തിൽപ്പെട്ട വളരെ മോശകരമായിട്ട് കേരളത്തിൽ ഇന്ന് ജീവിക്കേണ്ട സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമൂഹമാണ് കേരളത്തിലെ ക്രിസ്ത്യാനികൾ. അതായത് ഒരു ലെജിസ്ലേച്ചർ, അതായത് സാധാരണ വോട്ടെടുപ്പിലൂടെ നീതി മേലാത്തക്ക വിധത്തിലേക്ക് ഈ സമൂഹം ഇന്ന് ന്യൂനപക്ഷമായി അല്ലെങ്കിൽ എന്താ പറഞ്ഞ ഒരു വളരെ പിന്നോക്കാവസ്ഥയിലൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. കാര്യം പറയുന്ന അവകാശങ്ങളെ പറ്റി ഒന്നും തന്നെ സംസാരിക്കാനായിട്ട് നേതാക്കളില്ല. ഒരു രാഷ്ട്രീയ കക്ഷിയിലുള്ള പ്രധാനപ്പെട്ട പ്രതിപക്ഷമോ ഭരണപക്ഷത്തിലോ ഒരു നേതാവ് പോലും ഈ സമൂഹത്തിൽ പറയണമെന്ന് പറഞ്ഞിട്ട് പോലും ഒന്നും പറയാനും പോലും കഴിയാത്ത ഒരു പ്രതിപക്ഷവും, അതേസമയം ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുമെന്ന് യാചിച്ചിട്ടും ആ യാചന പോലും കേൾക്കാതെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു ഭരണപക്ഷവുമായിട്ട് ഈ കേരളം മാറുമ്പോൾ ഈ സമൂഹത്തിന്റെ അർഹത ഇനി ആരാണ് കൊണ്ട് തരിക എന്നുള്ളതാണ്. അപ്പൊ അത്രമാത്രം നീതിനിഷേധത്തിലൂടെ പോകുന്ന ഒരു സമൂഹം ഇത്രയും കൊല്ലക്കാലവും ഇപ്പോഴും ഈ രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ഈ കേരളത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയും ഒരു നികുതി വെട്ടിപ്പ് പോലും ഇല്ലാതെ എല്ലാവരും തന്നെ നികുതി കൊടുക്കുന്നില്ലേ? ആ നികുതി കൊടുത്തതിന്റെ പൈസയിൽ ഒരു അർഹമായ പങ്ക് മാത്രമേ ചോദിക്കുന്നുള്ളൂ. പക്ഷേ തങ്ങൾ കൊടുത്ത നികുതിയെല്ലാം ബാക്കിയുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയും തങ്ങളുടെ സമൂഹത്തിലെ കുട്ടികളെയൊക്കെ തന്നെ നരകയാതനയിലേക്ക് കടത്തിവിടുന്ന ഒരു ഭരണ സംവിധാനവും ഇവിടെ കേരളത്തിൽ നിൽക്കുമ്പോൾ ദയനീയമായി കണ്ടു നിൽക്കാനേ ഇവിടെയുള്ള അമ്മമാർക്കും അപ്പന്മാർക്കും ഒക്കെ കഴിയുന്നുള്ളൂ. ആ ഒരു ശബ്ദമെങ്കിലും ആയിട്ട്, അതായത് ഇനിയെങ്കിലും ഈ സമൂഹത്തിലെ ശബ്ദമായിട്ട് കൃത്യമായും സംഘടനാ സംവിധാനത്തിലൂടെയും മറ്റുമുള്ള ആർക്കെങ്കിലും സാധിക്കുമെങ്കിൽ അവരെല്ലാം തന്നെ ശബ്ദമാകണമെന്ന് അഭ്യർത്ഥിക്കാനായിട്ടുള്ളൂ. കാര്യം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സർക്കാർ സംവിധാനം, അത് LDF ആകട്ടെ UDF ആകട്ടെ, ഇങ്ങനൊരു സംവിധാനം വന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇവരിങ്ങനെ എടുക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നയം സ്വീകരിക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. കാര്യം ഈവൻ പാഴ്സി കമ്മ്യൂണിറ്റി, ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. പാഴ്സി കമ്മ്യൂണിറ്റി ഇന്ത്യയിൽ വളരെ കുറഞ്ഞൊരു കമ്മ്യൂണിറ്റിയാണ്, വളരെ ചെറിയൊരു കമ്മ്യൂണിറ്റിയാണ്. ആ കമ്മ്യൂണിറ്റിക്ക് ഭേദപ്പെട്ട ഒരു സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടെങ്കിൽ പോലും ആ കമ്മ്യൂണിറ്റിയെ പരിരക്ഷിക്കാനായിട്ടും അവരുടെ വളർച്ചാ നിരക്ക് കൂട്ടുവാനുമായിട്ട് ജിയോ പാഴ്സി എന്ന് പറയുന്നൊരു സ്കീം തന്നെ കേന്ദ്ര സർക്കാർ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം അതിന്റെ ഒരു പകുതിയുടെ എങ്കിലും ഒരു പരിഗണന ഇവിടെയുള്ള കേരളത്തിലെ ഇത്രമാത്രം ഈ രാജ്യത്തിന്റെ നന്മയ്ക്കും കേരളത്തിന്റെ നന്മയ്ക്കും ഒക്കെ വിദ്യാഭ്യാസത്തിലൂടെയും മറ്റുമായിട്ട് എല്ലാവിധ സേവനങ്ങളും തന്ന ഈ സമൂഹത്തെ മറക്കാതെ പരിരക്ഷിക്കാനുള്ള കടമ ഒരു സർക്കാർ സംവിധാനത്തിന് ഇല്ലേ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ തീർച്ചയായിട്ടും ഇനിയുള്ള സമയമെങ്കിലും സർക്കാർ തങ്ങളുടെ തെറ്റുകൾ തിരുത്തിക്കൊണ്ട് ഈ സമൂഹത്തിന് അർഹമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി അല്പമെങ്കിലും നിലനിൽക്കാനായിട്ട് ഉള്ള ഒരു മനസ്സ് കാണിക്കണമെന്നുള്ള ഒരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. വളരെ വ്യക്തമാണ്. ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം, കേരളത്തിലെ ക്രൈസ്തവ സഭകളെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങൾ അതീവ നിർണായകം തന്നെയാണ്. JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് ഏത് വിധേനയും അത് നടപ്പിലാക്കണം എന്നൊരു നിശ്ചയദാർഢ്യത്തോടു കൂടി ഏക മനസ്സോടെ ഒറ്റക്കെട്ടായി അതിനുവേണ്ടി പ്രയത്നിക്കുവാൻ റീത്ത് ഭേദമന്യേ സഭാ ഭേദമന്യേ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് അഭിപ്രായ ഭിന്നതകളൊക്കെ മാറ്റിവെച്ച് ഇതിനു വേണ്ടി യത്നിക്കേണ്ട പ്രവർത്തിക്കേണ്ട ദിനങ്ങളാണ് ക്രൈസ്തവരുടെ മുൻപിലുള്ളത്. ഇതൊരു ലാസ്റ്റ് ബസ്സാണ് എന്ന് ഓർക്കുക. ഇനിയും നമ്മളിങ്ങനെ മടിച്ചു നിന്നാൽ, ഭിന്നതകളുടെ പേരിൽ ഇങ്ങനെ അടികൂടി തർക്കിച്ചൊക്കെ നിന്നു കഴിഞ്ഞാൽ ഒരുപക്ഷെ 2, 3 അല്ലെങ്കിൽ 5, 6 വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ 10 വർഷങ്ങൾക്കൊക്കെ ശേഷം തീർച്ചയായിട്ടും ഇവിടുത്തെ ക്രൈസ്തവ സമുദായത്തിൻ്റെ അവസ്ഥ വളരെയധികം ശോചനീയമായിരിക്കും. ഒരു 40 വർഷം കഴിഞ്ഞാൽ ഇവിടെ ക്രൈസ്തവർ അവശേഷിക്കുമോ എന്ന ചോദ്യം കൂടി ഉയരുന്നുണ്ട് ഇപ്പോഴത്തെ ജനസംഖ്യയുടെ ഒക്കെ ഒരു പോക്കൊക്കെ കാണുമ്പോൾ. അതിനാൽ സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട, തീർച്ചയായിട്ടും ശക്തമായിട്ടുള്ള പ്രതിഷേധം ഈ JB കൊച്ചി കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുവാൻ ക്രൈസ്തവരുടെ ഭാഗത്തു നിന്നുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് ഈ ചർച്ചയിൽ വളരെ സജീവമായി പങ്കെടുത്ത ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് മനുജി വരാപ്പള്ളി, ഒപ്പം തന്നെ അമൽ ശ്രീക്, 3 പേർക്കും നന്ദി. താങ്ക് യു.